السلام علیکم ورحمۃ اللہ وبرکاتہ۔ وعلیکم السلام۔ الحمد للہ نحمده ونستعینه ونستغفره ونؤمن به ونتوکل علیہ ونعوذ باللہ من شرور انفسنا ومن سیئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. وقال النبي صلى الله عليه وسلم من خاف أدلج ومن أدلج بلغ المنزل ألا إن سلعة الله غالية ألا إن سلعة الله الجنة. وقال النبي صلى الله عليه وسلم اتق الله حيثما كنت وأتبع السيئة الحسنة تمحها وخالق الناس بخلق حسن أو كما قال عليه الصلاة والسلام. دوستوں، بھائیوں، بزرگوں، اللہ تعالیٰ نے اپنے فضل و کرم سے یہ دعوت و تبلیغ کا کام ہمیں عطا فرمایا ہے۔ اللہ نے یہ کام ہمیں جو دیا ہے اس کے ذریعے سے ہمیں 4 جگہوں میں دین لانے کی فکر اور محنت کرنی ہے۔ 4 جگہوں میں دین آئے، ایک اپنی ذات میں دین آئے، اور دوسرے اپنے ماحول میں اپنے گھر میں دین آئے، اور تیسرے اپنے ماحول میں دین آئے، اور چوتھے سارے عالم میں دین آئے۔ نحمد و نصلی علی رسولہ الکریم، اما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ഈ ദീൻ, ആ ദീനിൻ്റെ പരിശ്രമം, ഈ പരിശ്രമം കൊണ്ട് ദീൻ ഉണ്ടായിത്തീരേണ്ടത് 4 മേഖലകളിലാണ്. 4 മേഖലകളിൽ ദീൻ ഉണ്ടായിത്തീരൽ ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഈ പരിശ്രമം ചെയ്യുന്നത്. ഒന്ന്, നമ്മുടെ സ്വന്തം ദാത്തിൽ, നമ്മുടെ സ്വന്തം വ്യക്തിയിൽ ദീനുണ്ടായിത്തീരുക. രണ്ടാമത്തേത്, അടുത്ത നമ്മുടെ കുടുംബത്തിൽ ദീനുണ്ടാകൽ ആവശ്യമാണ്. മൂന്നാമത്, നമ്മുടെ മാഹോലിൽ, നമ്മുടെ ചുറ്റുപാടിൽ, നാട്, പരിസരങ്ങൾ, ഇവിടെ ദീനുണ്ടാകണം. നാലാമത്തേത്, ലോകത്ത് മുഴുവനും ഇത് കൊണ്ട് ഈ പരിശ്രമം ചെയ്യുന്നതിൻ്റെ പേരിൽ ദീൻ എത്തിച്ചേരണം. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ദീനിൻ്റെ പരിശ്രമം കൊണ്ട് ദീനുണ്ടായിത്തീരേണ്ടത് 4 മേഖലകളിലായിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും. سارے عالم میں دین لانے کے لیے ہماری محنتیں چھلے 4 مہینے کے ذریعے سے ہوں گی کہ ہمارے بڑوں نے 4 جگہوں میں دین لانے کے لیے ہمیں محنت کی ترتیب بتائی ہے۔ اس ترتیب پر محنت کریں گے
تو چاروں جگہوں میں دین آئے گا۔ اس کی ترتیب یہ ہے کہ سارے عالم میں دین لانے کے لیے چلے 4 مہینے، اور اپنے ماحول میں دین لانے کے لیے 5 اعمال، اپنے گھر میں دین لانے کے لیے مستورات کا کام ہے اور گھر کی تعلیم ہے، اور اپنی ذات میں دین لانے کے لیے ان ساری محنتوں کے ذریعے اپنے اندر 6 صفات لانے کی فکر کرنا، اور 6 صفات اپنی ذات میں آئیں گی تو سارا دین اپنی زندگی میں آئے گا۔ അതുകൊണ്ട് ഈ 4 മേഖലകളിലും ദീൻ ഉണ്ടായിത്തീരാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഈ പരിശ്രമം നമുക്ക് നൽകിപ്പെട്ടിരിക്കുന്നത്. കാരണം ഇതിലെല്ലാ ഭാഗങ്ങളിലും എല്ലാ മേഖലകളിലും ദീൻ ഉണ്ടായിത്തീരാൻ വേണ്ടിയുള്ള രീതിയാണ് ഈ പരിശ്രമത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ ദൂരനാടുകളിൽ, മറ്റ് രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ മറ്റ് സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ ഉണ്ടായിത്തീരാൻ വേണ്ടിയാണ് 4 മാസം 40 ദിവസം ജമാഅത്തുകൾ ദൂരോട്ട് യാത്ര ചെയ്യുന്നത്. ആ ഒരു പരിശ്രമം കൊണ്ട് മുഴുവൻ ലോകത്തും, അത് നമ്മുടെ നാട്ടിലാണെങ്കിലും മറ്റ് നാടുകളിലേക്ക് പുറപ്പെടുന്ന ജമാഅത്താണെങ്കിലും 4 മാസത്തേക്കുള്ള ജമാഅത്ത്, അകത്തും പുറത്തുമുള്ള ജമാഅത്തുകൾ, 40 ദിവസത്തേക്കുള്ള ജമാഅത്തുകൾ, ഇങ്ങനെ ദൂര സ്ഥലത്തേക്ക് യാത്ര ചെയ്തുള്ള പരിശ്രമത്തിൽ കൂടി അല്ലാഹു തആല ദീൻ ലോകത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ കാരണമായി തീരും. അതുപോലെ തന്നെ നമ്മുടെ പരിസര നാടുകളിൽ, പരിസരത്ത് മാഹോലിൽ ദീനുണ്ടായിത്തീരുക. അതിനുവേണ്ടിയാണ് മക്കാമി അമലുകൾ ഉള്ളത്. കാരണം മക്കാമി അമലുകൾ അടുത്ത സ്ഥലങ്ങളിലാണ്, നാട്ടിൽ നിന്നുകൊണ്ട് പരിസരങ്ങളിലെല്ലാം പരിശ്രമിക്കുന്നു. അത് കാരണമായി വീട്ടിലുള്ള ദീനിയായ മാഹോല്, വീട്ടിൽ ദീനിയായ ചുറ്റുപാടുണ്ടായിത്തീരാൻ വേണ്ടി വീട്ടിലെ താലീമ്, പിന്നെ മസ്തൂറാത്തിൻ്റെ താലീമ്, ഇജ്തിമായി താലീമ്, പിന്നെ മസ്തൂറാത്ത് ദീൻ്റെ വഴിയിൽ പുറപ്പെടൽ, ഇങ്ങനെയുള്ള അമലുകൾ എന്താണ്, വീടുകളിൽ, സ്ത്രീകളിൽ, കുട്ടികളിൽ ദീനിയായ ഒരു അവസ്ഥ ഉണ്ടായിത്തീരാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. ഇനി 4മത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാണ് നമ്മുടെ വ്യക്തിയിൽ ദീൻ ഉണ്ടായിത്തീരുക, നമ്മളിൽ തന്നെ ദീൻ ഉണ്ടായിത്തീരുക. ദീനിൻ്റെ പരിശ്രമം കൊണ്ട് പറയപ്പെടുന്ന ആദ്യത്തെ വിഷയം ഇതാണ്. നമ്മൾ പരിശ്രമിക്കുന്നത് നമ്മുടെ ഇസ്ലാഹിന് വേണ്ടിയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദീൻ ഉണ്ടായിത്തീരുന്നത് എങ്ങനെയാണ്? ഈ അമലുകൾ നമ്മുടെ ദാത്ത് കൊണ്ട് നമ്മൾ സ്വന്തമായി ഈ എല്ലാ പരിശ്രമങ്ങളും ചെയ്യുക. എന്തിനെ ലക്ഷ്യമാക്കി? ഈ പരിശ്രമം ചെയ്യുന്നതിൽ കൂടി 6 സിഫാത്തുകൾ, 6 ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരാൻ വേണ്ടിയുള്ള ലക്ഷ്യത്തോടു കൂടി പരിശ്രമിക്കുക. അങ്ങനെ ഈ സിഫാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദീൻ ഉണ്ടായിത്തീരും. ഈ രീതിയിലാണ് ഈ പരിശ്രമത്തിൻ്റെ ഒരു രീതി. നമ്മുടെ വ്യക്തി മുതൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ദീൻ എത്താനുള്ള ഒരു പരിശ്രമമാണ് ദീനിൻ്റെ ദഅവത്തിൻ്റെ പരിശ്രമം എന്ന് പറയുന്നത്. चिल्ले 4 महीने लेके अपने ज़िले में, अपने सूबे में और दूसरे सूबों में और अपने मुल्क भर में और फिर सारे आलम में हम चलेंगे फिरेंगे, तो हमारे चिल्ले 4 महीने की तरतीबों से और क़ुरबानियों से अल्लाह पाक सारे आलम को हरकत में लाएगा, और सारे आलम में रहने वाली जो उम्मत है वो सब हरकत में आएगी, और सब को फ़िक्र पैदा होगा अपनी ज़ात में दीन लाने का, अपने माहौल में दीन लाने का, अपने घर में दीन लाने का फ़िक्र पैदा होगा। तो इससे सारे आलम की उम्मत को हरकत देना और सबको मेहनत पर खड़ा करना और सबको काम पर डालना, अल्लाह पाक इसका मौका देगा हमको चिल्ले 4 मेहनतों की बरकत से। അപ്പോൾ 4 മാസം 40 ദിവസ ജമാഅത്തുകൾ, ഈ ജമാഅത്തുകൾ ദൂരസ്ഥലത്തും മറ്റ് സ്റ്റേറ്റുകളിലാണെങ്കിലും മറ്റ് പ്രദേശങ്ങളിലാണെങ്കിലും മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന ജമാഅത്തുകളാണെങ്കിലും ഈ ജമാഅത്തുകൾ സഞ്ചരിച്ച് നാടുകളിൽ പോയി, ഓരോ നാടുകളിൽ പോയി പരിശ്രമിച്ച് അവിടെ ഒരു ഹർക്കത്തുണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ്. ഒരു കൂട്ടമായിട്ടൊരു നാട്ടിൽ പോകുന്നു, അവിടെ പോയി പരിശ്രമിക്കുന്നു. ഈ പരിശ്രമം എന്ന് പറഞ്ഞാൽ ഒരു ഹർക്കത്താണ്, ഒരു ചലനമാണ്. അപ്പോൾ ഈ ചലനം എന്താവും? ഇത് അവിടെയുള്ള നാട്ടുകാരിലും ചലനമുണ്ടാക്കും. കാരണം എപ്പോഴും ഒരു ചലനം അടുത്തൊരു ചലനത്തെ അത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു ഹർക്കത്ത് ഉണ്ടാകുന്നതിൻ്റെ പേരിൽ ഒരു പരിശ്രമം, ഒരു ഹർക്കത്ത്, ഒരു ചലനം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഫലങ്ങളുണ്ടാവും. അപ്പോൾ ആ നാട്ടിലെ ആളുകൾ, അവരിലും ഈ ഫിക്റുണ്ടാവും. ഒരു ജമാഅത്ത് ഒരു നാട്ടിൽ പോയി പരിശ്രമിക്കുന്നു. അപ്പോൾ അവിടെ ആളുകളുടെ ഇടയിൽ പരിശ്രമിക്കുകയും ഹർക്കത്ത് ചെയ്യുകയും എല്ലാം ചെയ്യുമ്പോൾ അവിടെയുള്ള ആളുകളിലും ഈ ഫിക്റുണ്ടാകുന്നു, അവർക്കും താല്പര്യമുണ്ടാകുന്നു. അവരും വ്യക്തിപരമായിട്ട് ഈ പരിശ്രമം തുടങ്ങുന്നു. ഇങ്ങനെ അവരുടെ വീടുകളിലും പിന്നെ അമലുകൾ തുടങ്ങുന്നു, അവിടെയും മക്കാമി അമലുകൾ തുടങ്ങുന്നു. ഈ ഒരു ഹർക്കത്ത്, ഈ രീതിയിൽ കൂടി ലോകത്ത് മുഴുവനും
ഈ പരിശുദ്ധമായ ദീൻ എത്തിച്ചേരാനും ഓരോ മനുഷ്യരിലും ഓരോ വ്യക്തിയിലേക്കും ഈ ദീൻ എത്തിച്ചേരാനുള്ള ആ ഒരു ഫിക്രോടുകൂടി അതിനെ മുമ്പിൽ വെച്ചുകൊണ്ടുള്ള ഒരു പരിശ്രമമാണ് ഈ പരിശ്രമത്തിൻ്റെ രീതി. അതിൽ ഈ 4 മാസം 40 ദിവസം ജമാഅത്തുകൾ ഇങ്ങനെ മറ്റ് നാടുകളിൽ ഹർക്കത്തുകൾ ഉണ്ടാക്കി തീർക്കുന്ന ഒരു പരിശ്രമമാണ്. ഹർക്കത്തിൽ ബർക്കത്തുണ്ടെന്ന് പറയുന്നു. जब हम हरकत में आएंगे तो उम्मत भी हरकत में आएगी. നമ്മളൊരു ചലനം തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? ഉമ്മത്ത് അതിനെ ഏറ്റെടുത്ത് ഉമ്മത്തിൻ്റെ പുതിയ പുതിയ വ്യക്തികൾ, പുതിയ ആളുകൾ ആ ഹർക്കത്തിലേക്ക് വരും. അവരും ആ ചലനം ചലിച്ചു തുടങ്ങും, അവരും പരിശ്രമിച്ചു തുടങ്ങും. हज़रत जी रहमतुल्लाह अलैह फरमाते थे, मौलाना यूसुफ साहब रहमतुल्लाह अलैह, उनके बारे में सुना है कि वो फरमाते थे, मैं ये चाहता हूँ कि एक बार उम्मत को धक्का लग जाए. മൗലാന ഇസ്ലാമത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമായിരുന്നു, ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഉമ്മത്ത് ഇരിക്കുന്ന ഇപ്പോഴത്തെ ഈ തണുത്ത അവസ്ഥയിൽ ഈ ഉമ്മത്തിന് ഒരു ചലനം, ഒരു ധക്ക എന്ന് പറഞ്ഞാൽ ഒരു തള്ള്, ഒരു ഉന്ത്, ഒരു ഭയങ്കരമായ ഒരു ഉന്ത് വരുമ്പോൾ ഒരു അനക്കം ഉണ്ടാവുമല്ലോ, ആ രീതിയിൽ ഒരു തള്ളല്, ഒരു ഉന്തല്, ഇതാണ് ഞാൻ ഈ പരിശ്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു അനക്കം, ഒരു തള്ളി കഴിയുമ്പോഴത്തേക്ക് സ്റ്റാർട്ടാവുമല്ലോ, അതുപോലത്തെ ഒരു തള്ളലാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് മൗലാന യൂസുഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്നു. ഉമ്മത്ത് ഗഫലത്ത് में है, जरा हम धक्का देंगे तो उनकी गफलत खत्म होगी और अल्लाह की याद जिंदा हो जाएगी. ഉമ്മത്ത് ഗഫലത്തിൻ്റെ അവസ്ഥയിലാണ്, അശ്രദ്ധയിലാണ്, വേറെ എന്തെല്ലാമോ അവസ്ഥയിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ഇതിൻ്റെ ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ മറന്നു കഴിഞ്ഞുകൂടുമ്പോൾ ഒരു ഉന്ത്, ഒരു തള്ളൽ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? പെട്ടെന്ന് അവർക്ക് ഒരു ചിന്തയുണ്ടാവും, ഒരു ഹർക്കത്തുണ്ടാവും, ചിന്തിച്ച് തുടങ്ങും. അങ്ങനെ ആ പരിശ്രമം തുടങ്ങാൻ കാരണമായി തീരും. उम्मत में जहालत भरी हुई है, जहालत में है उम्मत. ज़रा हम मेहनत करेंगे, धक्का लगेगा और उम्मत जहालत से निकल के इल्म की रोशनी में आएगी. ഉമ്മത്ത് ഗഫലത്ത് പോലെ തന്നെ ജഹാലത്തിൻ്റെ അവസ്ഥയിലാണ്, അജ്ഞതയിലാണ്, അറിവില്ലായ്മ അവസ്ഥയാണ്. ദീനിൻ്റെ വിഷയത്തിൽ യാതൊരു അറിവുമില്ല, യാതൊരു ചിന്തയുമില്ല, യാതൊരു അറിവുമില്ല. ഈ ഒരു അവസ്ഥയിൽ ഉമ്മത്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ അവരെ ഒന്ന് തള്ളുകയും അവരെ ഒന്ന് ഉണർത്തുന്ന ഒരു തള്ളൽ നടക്കുമ്പോൾ, ഒരു ഹർക്കത്ത് നടക്കുമ്പോൾ എന്താവും? അവർ ഒന്ന് ഉണരും ആ ഒരു അവസ്ഥയിൽ നിന്നും. എന്നിട്ട് ചിന്തിച്ചു തുടങ്ങും, പഠിക്കാൻ തുടങ്ങും. അപ്പം ദീനിനെക്കുറിച്ച് മനസ്സിലാക്കാനും അള്ളാഹുവിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ചും അറിഞ്ഞ് മനസ്സിലാക്കി തുടങ്ങും. ആ ഒരു ഇൽമ്, ആ ഇൽമിൻ്റെ പ്രകാശം അവർക്ക് കിട്ടാൻ കാരണമായി തീരും. गुमराहियों के गड्ढे में है, ज़रा हरकत देंगे, ज़री मेहनत लगेगी, ज़रा हाथ दे के सहारा दे के उम्मत को खींचेंगे तो उम्मत को धक्का लगेगा और वो गुमराहियों के गड्ढे से निकल कर हिदायत के नूर में और हिदायत की रोशनी में आएगी, हिदायत वाले माहौल में आएगी. ഉമ്മത്ത് വഴികേടിൻ്റെ വലിയ കുഴിയിൽ പോയി ചാടിയിരിക്കുകയാണ്. അപ്പം ഈ അവസ്ഥയിൽ അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയും അവരോട് സഹകരിക്കുകയും ഒന്ന് കൈ കൊടുത്ത് വലിക്കുകയും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ആ കുഴിയിൽ നിന്നും, ആ അന്ധകാരത്തിൽ നിന്നും, ആ ഭയങ്കരമായ ഗർത്തങ്ങളിൽ നിന്നും ആ ഉമ്മത്ത് പുറത്തേക്ക് വരുന്നതാണ്. വന്ന് ഹിദായത്തിൻ്റെ പ്രകാശങ്ങളിലേക്ക്, ഹിദായത്തിൻ്റെ ഉയരങ്ങളിലേക്ക് ഉമ്മത്ത് വരുന്നതാണ്. ഒന്ന് വലിച്ചവരെ ഒന്ന് കയറ്റാൻ തയ്യാറായാൽ, അതിനുവേണ്ടി ഒരു ഹർക്കത്ത് നടന്നാൽ അവർ ആ ഗർത്തങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് വരും. अल्लाह ने नबियों की मेहनत का अंदाज़ बताया है कुरान में, और उसमें ये अल्फाज मुख्तलिफ सेगों के साथ आए हैं, लियुख्रिजहुम मिनज़्ज़ुलुमाति इलन-नूर, कि ये अम्बिया इसलिए भेजे गए ताकि अपनी उम्मतों को जुल्मतों से निकाल के नूर हिदायत में लाएं. അമ്പിയാക്കൾ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരിശ്രമം, അതിൻ്റെ രീതി, അതിൻ്റെ സ്വഭാവം, ഇതിനെക്കുറിച്ചെല്ലാം അള്ളാഹു താല ഖുർആൻ ഷരീഫിൽ പറയുന്ന ചില ശൈലികളുണ്ട്. ഒരു വിഷയത്തിൽ അള്ളാഹു താല പറയുന്ന ലിയുഖ്രിജഹും മിനദ്ദുലുമാതി ഇലന്നൂർ, നബിയുടെ പരിശ്രമം എന്താണ്? നബിമാരെ അയച്ചത് എന്തിനു വേണ്ടിയാണ്? അന്ധകാരങ്ങളിൽ നിന്നും ഇരുളുകളിൽ നിന്നും അവരെ കരകയറ്റി പ്രകാശങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് അമ്പിയാക്കളെ അയച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഷരീഫിൽ പറയുന്നുണ്ട്. बेदीनी के माहौल में है, जो बेदीनी के माहौल में है, ज़रा धक्का लगेगा, ज़री मेहनत होगी, वो दीन के माहौल में आएगी और उनमें दीन आएगा. बदअखलाक़ी के माहौल में है, ज़रा धक्का लगेगा, मेहनत होगी और उनको अखलाक की तालीम मिलेगी और अखलाक समझ में आएंगे तो बदअखलाक़ी से अखलाक पर आएंगे. ദീനില്ലായ്മയുടെ അവസ്ഥയിൽ അന്ധകാരങ്ങളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നുപോയി അവരുടെ ഇടയിൽ ഒന്ന് ഇറങ്ങി ഒരു ഹർക്കത്ത് നടക്കും, ഒരു പരിശ്രമം, ഒരു തള്ള്, ഒരു ഉന്തലെല്ലാം നടന്നു കഴിയുമ്പോൾ, നമ്മൾ ചെയ്തു കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? അവിടെ നിന്നും അവർ രക്ഷപ്പെട്ട് അവർ കരകയറി ഹിദായത്തിൻ്റെ, ദീനിൻ്റെ പ്രകാശങ്ങളിലേക്ക് അവർ വരാൻ കാരണമായി തീരും. ഇന്ന് അഖ്ലാഖ്, ബദഅഖ്ലാഖി എന്ന് പറഞ്ഞാൽ മോശമായ സ്വഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ,
ഇങ്ങനെയുള്ള കുഴപ്പങ്ങളിലാണ് ഉമ്മത്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദീനിൻ്റെ പരിശ്രമം നടക്കുമ്പോൾ അവരുടെ സ്വഭാവങ്ങളിൽ മാറ്റം ഉണ്ടാവും. അവരുടെ വ്യക്തിപരമായിട്ട് അവർ ഉയരും. അവരുടെ ചിന്ത, അവരുടെ സ്വഭാവങ്ങൾ ഉയർന്ന സ്വഭാവങ്ങളായിത്തീരും. ഇതെല്ലാം ഉണ്ടായിത്തീരുന്നത് ഉമ്മത്തിൻ്റെ ഇടയിൽ ഒരു പരിശ്രമവും ഒരു ചലനവും നടക്കുമ്പോഴാണ്. हमारे बड़े फरमाते हैं कि अंबिया की मेहनतें अपनी उम्मतों पर 3 बातों के लिए होती थी. അമ്പിയാക്കൾ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരിശ്രമം അവരുടെ ഉമ്മത്തിൻ്റെ ഇടയിൽ 3 കാര്യങ്ങളെ മുമ്പിൽ വെച്ചാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. एक दुनिया से निकाल कर आखिरत में लगाना. ഒന്ന്, ദുനിയാവിൽ നിന്നും ആഖിറത്തിലേക്ക് അവർ പരിശ്രമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ആഖിറത്തിലേക്ക് ചിന്ത മാറ്റിക്കൊണ്ടിരുന്നു. मखलूक से निकाल कर खालिक से जोड़ना. രണ്ടാമത്തെ ഒരു പരിശ്രമം എന്തായിരുന്നു? മഖ്ലൂക്ക് സൃഷ്ടികളുടെ ഭാഗത്തേക്കുള്ള ആ ചിന്ത, ആ ഒരു തിരിവിൽ നിന്നും അവരുടെ ചിന്തകൾ ഖാലിക്കായ സൃഷ്ടാവായ അള്ളാഹുലേക്ക് തിരിക്കുമായിരുന്നു. चीज़ों से निकाल के आमाल से जोड़ना. വസ്തുക്കൾ, ദുനിയവിയായ ഭൗതികമായ വസ്തുക്കൾ, അസ്ബാബുകളിൽ നിന്നും അവരുടെ വിശ്വാസവും ചിന്തയും മാറ്റി അമലുകളിലേക്ക് അവരുടെ ചിന്ത മാറ്റുമായിരുന്നു. फरमाता है कि हमारी मेहनत भी इन्हीं 3 चीज़ों की है. അതുകൊണ്ട് ഈ ദഅവത്തിന്റെ പരിശ്രമവും ഇതേ പരിശ്രമം തന്നെയാണ്, ഈ 3 കാര്യങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെയാണ്. तो हमारी दावत ये है कि हम सब भी और सारा आलम भी दुनिया से निकल कर आखिरत से जुड़े हैं. നമ്മളും ഈ പരിശ്രമം അത് തന്നെയാണ്. നമ്മൾ ആദ്യം വ്യക്തിപരമായിട്ട് നമ്മളും മുഴുവൻ ലോകത്തുള്ള മനുഷ്യരും അവരുടെ ആ ദിശ, അവരുടെ ആ ചിന്ത, അവരുടെ ലക്ഷ്യം ദുനിയാവെന്നുള്ള ലക്ഷ്യം മാറി ആഖിറത്തിലേക്ക് അവരുടെ ലക്ഷ്യം മാറണം. हदीस में है कि हुब्बुद दुनिया रअस कुल्ली खतिया, कि दुनिया की मोहब्बत हर बुराई की जड़ है. ഹദീസിൽ വരുന്നുണ്ട് ഹുബ്ബുദ് ദുനിയ റഅസു കുല്ലി ഖതിയ, അതായത് ദുനിയാവിനോടുള്ള അമിതമായ സ്നേഹം, അതിനോടുള്ള താല്പര്യം ഇതെല്ലാ തെറ്റുകളുടെയും അടിസ്ഥാനമാണ്. അവിടെ നിന്ന് ഈ സ്നേഹമാണ് എല്ലാ തെറ്റുകളിലേക്കും മനുഷ്യനെ നയിക്കുന്നത്. तो हमारे दिल दुनिया की मोहब्बतों से भरे हुए हैं, इसलिए हर बीमारी हर बुराई हमसे वजूद में आ रही है. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലുള്ള ദുനിയാവിനോടുള്ള അമിതമായ സ്നേഹം, അതിനോടുള്ള താല്പര്യം, അതിൻ്റെ അത്യാഗ്രഹം, ഇത് നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞതിൻ്റെ പേരിൽ നമ്മളിൽ കുറേ രീതിയിലുള്ള കുഴപ്പങ്ങൾ, പ്രശ്നങ്ങൾ, ദൂഷ്യങ്ങൾ, മോശമായ സ്വഭാവങ്ങൾ, കാര്യങ്ങൾ, എല്ലാ തെറ്റുകളും നമ്മളിൽ നിന്നുണ്ടായിപ്പോകുന്ന ഇതിൻ്റെ പേരിലാണ്. इसलिए फरमाते हैं कि हमारे काम की बुनियाद ही यही है कि दुनिया के वादे हम नहीं दिलाते, दुनिया की हिर्स और लालच की बुनियाद पर नहीं चलते और दुनिया के मिलने की उम्मीदों में नहीं चलते, बल्कि हमारी बुनियाद ही आखिरत है. हमारी दावत आखिरत की, हमारी बुनियाद आखिरत की और हमारी फ़िक्र आखिरत की, हमारे अज़ाइम आखिरत के. അതുകൊണ്ടാണ് ഈ ദീനിൻ്റെ ദഅവത്തിൻ്റെ പരിശ്രമത്തിൽ ഒരു കാര്യവും ദുനിയാവിനെ ലക്ഷ്യമാക്കി ഇവിടുത്തെ എന്തെങ്കിലും വാഗ്ദാനങ്ങളോ, ഇവിടുത്തെ എന്തെങ്കിലും പ്രയോജനങ്ങളോ, ഇവിടുത്തെ വല്ല വിജയങ്ങളോ, ഇവിടുത്തെ എന്തെങ്കിലും വസ്തുക്കളോ, ഇതൊന്നും മുമ്പിൽ വെച്ചല്ല ഈ പരിശ്രമം നടക്കുന്നത്. അതൊന്നും പറയപ്പെടുന്നുമില്ല, അതൊന്നും വാഗ്ദാനം ചെയ്യപ്പെടുന്നുമില്ല. ഈ പരിശ്രമം ചെയ്താൽ ഇന്നത് കിട്ടും, ഇന്ന കാര്യം നേടാം, ഇങ്ങനെയുള്ള ഒരു ലക്ഷ്യവുമില്ല. ഈ പരിശ്രമം കൊണ്ട് ആഖിറത്തിൻ്റെ വിജയം, ആഖിറത്തിലെ രക്ഷ, ആഖിറത്തിലെ ഉന്നതി, അവിടുത്തെ ജീവിതത്തിൻ്റെ വിജയം, ഇതാണ് എപ്പോഴും ഈ പരിശ്രമത്തിൽ ലക്ഷ്യമാക്കപ്പെടുന്നതും പറയപ്പെടുന്നതും വാഗ്ദാനം ചെയ്യപ്പെടുന്നതും എല്ലാം ആഖിറത്തിൻ്റെ വിഷയം മാത്രമാണ്. हज़रत मौलाना इब्राहिम साहब देवला दामद बरकातुम फरमाते हैं कि उम्मत को अल्लाह के रास्ते में दुनिया की बुनियाद पर ना निकालो, बल्कि आखिरत की बुनियाद पर निकालो. മൗലാന ഇബ്രാഹിം സാഹിബ് ദാമത് ബർക്കാത്തു അദ്ദേഹം പറയും, ഉമ്മത്തിനെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വഴിയിൽ പുറപ്പെടുവിക്കുന്നത്, ഈ പരിശ്രമത്തിന് വേണ്ടി തയ്യാറാക്കുന്നത് അവർ ഭൗതികമായ എന്തെങ്കിലും വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ പുറപ്പെടുവിക്കരുത്. ഇന്നത് ശരിയാവും, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കപ്പെടും, അല്ലെങ്കിൽ ഇന്നത് ഈ ലോകത്ത് ഇങ്ങനെ ദുന്യവിയായ എന്തെങ്കിലും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പുറപ്പെടുവിക്കുന്ന തശ്കീലോ പുറപ്പെടുവിക്കലോ തർഗീബോ നടക്കാൻ പാടില്ല. നേരെ മറിച്ച് അവർ തയ്യാറാക്കേണ്ടത് ആഖിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം. ദുനിയാവിൻ്റെ ഒരു പ്രയോജനത്തെ മുമ്പിൽ വെച്ചും ഒരിക്കലും അതിനുവേണ്ടി തയ്യാറാക്കാൻ പാടില്ല എന്ന്. लिहाजा हम किसी की भी तश्कील करेंगे, किसी को भी तैयार करेंगे चिल्ले में 3 दिन में 4 महीने में, या दावत तबलीग की मेहनत के लिए किसी को भी खड़ा करेंगे, तो हम दुनिया के वादे नहीं सुनाएंगे कि तुम्हारी दुकान अच्छी हो जाएगी, तुम्हारा कारोबार संभल जाएगा, तुम्हारे हालात ठीक हो जाएंगे, तुम्हारे काम बन जाएंगे, तुम्हारा सब दुनिया का ठीक हो जाएगा, कि नहीं, क्योंकि दुनिया का वादा अल्लाह ने किया नहीं है. दुनिया तो बक़द्र मुक़द्दर है, मौऊद नहीं है. दुनिया तो बक़द्र मुक़द्दर है, अल्लाह ने जितनी मुक़द्दर में रखी है वो मिलेगी. हमने किसी की तकदीर नहीं पढ़ी है कि हम कैसे कहते हैं कि तुम्हारा जो है काम ठीक हो जाएगा, तुम्हारी दुकान संभल जाएगी, तुम्हारा खेत ठीक हो जाएगा, तुम्हारी फसलें ठीक हो जाएंगी. हम कैसे कहेंगे? ये तो अल्लाह पाक जानते हैं किसकी तकदीर में क्या लिखा है.
तो दुनिया तो बकदर मुकद्दर है, लिहाजा हम दुनिया के वादे नहीं दिलाते बल्कि हम आखिरत के वादे दिलाते हैं, क्योंकि आखिरत यकीनी है और आखिरत मौऊद है और आखिरत हमारी बुनियाद है। इसलिए हम आखिरत की बुनियादें बताएंगे, आखिरत के वादे सुनाएंगे और आखिरत समझाएंगे और आखिरत की बुनियाद पर उम्मत को खड़ा करेंगे। അതുകൊണ്ട് നമ്മുടെ തശ്കീല്, തർഗീബ്, പുറപ്പെടുവിക്കാനുള്ള ആളുകളെ പ്രേരിപ്പിക്കൽ, തയ്യാറാക്കൽ, ഇതൊന്നും ദുനിയവിയായ ഒരു വിഷയങ്ങളെ പറഞ്ഞോ അതിനെ മുമ്പിൽ വെച്ചോ ആയിരിക്കാൻ പാടില്ല. അതൊരിക്കലും നമ്മൾ ചെയ്യരുത്. അല്ലെങ്കിൽ ആരോട് പറയുക, നിങ്ങൾ പുറപ്പെടുകയും ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കടയും കച്ചവടവും എല്ലാം നല്ല രീതിയിലായിത്തീരും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശരിയാവും, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വഴിയിൽ പുറപ്പെടാനും അല്ലെങ്കിൽ ദീനിൻ്റെ പരിശ്രമം ചെയ്യാൻ ഈ രീതിയിൽ നമ്മൾ തശ്കീൽ ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ദുനിയാവിൻ്റെ വാഗ്ദാനം അള്ളാഹു തആല ചെയ്തിട്ടില്ല. നിങ്ങൾ ദീനിനനുസരിച്ച് ജീവിച്ചാൽ ദുനിയാവിൻ്റെ നിങ്ങളുടെ കച്ചവടം ശരിയാക്കിത്തരാം, അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റേതെങ്കിലും കാര്യങ്ങൾ ശരിയാക്കിത്തരാം. ദുനിയാവ് മുഖദ്ദറിനാണ്, അള്ളാഹു തആല തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് ഓരോരുത്തർക്ക്. അത് അവരുടെ അവസ്ഥയിൽ അതെന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റുകയില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു വാഗ്ദാനങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ദുനിയവിയായ എന്തെങ്കിലും കാര്യങ്ങൾ ശരിയായിത്തീരും ഈ വഴിയിൽ, ഇതിൻ്റെ വഴിയിൽ പുറപ്പെട്ടാൽ എന്ന് ഉള്ള രീതിയിൽ നമ്മൾ തശ്കീൽ ചെയ്യരുത്. കാരണം അത് നമ്മളോട് പറയപ്പെട്ടതുമല്ല. അതുപോലെ നമ്മളോട് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നും അങ്ങനെ പ്രത്യേക ഒരു വാഗ്ദാനമില്ല, ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ദുനിയാവിൻ്റെ എല്ലാ പ്രശ്നവും പരിഹരിക്കും, നിങ്ങൾക്ക് സമ്പത്തുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കും. ഇതൊന്നും അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് പറയപ്പെട്ടിട്ടില്ല. അത് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ്. ഓരോരുത്തരുടെ അവസ്ഥയനുസരിച്ച് അള്ളാഹു തആല തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ തശ്കീല്, നമ്മുടെ പുറപ്പെടുവിക്കൽ, നമ്മുടെ പരിശ്രമം ആഖിറത്തിൻ്റെ വിജയം, അവിടുത്തെ വിജയം അതിനെ മുമ്പിൽ വെച്ചുകൊണ്ട്, അതിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ട് അതിനെ മുമ്പിൽ വെച്ച് മാത്രമായിരിക്കണം നമ്മുടെ തശ്കീലും തർഗീബും എല്ലാം. ये और बात है कि तबलीग में लगने की वजह से और चिल्ले में 4 महीने में निकलने की वजह से उसके दुनिया के कारोबार बर्बाद किसी के नहीं हुए, और उसके तबलीग और दावत की और दीन की वजह से किसी की दुनिया बर्बाद नहीं होती, ये और बात है. लेकिन हम उसका वादा नहीं करेंगे, हम वादा करेंगे आखिरत का. എന്നാൽ ഒരു ഭാഗത്ത് മറ്റു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ദീനിൻ്റെ പരിശ്രമം ചെയ്യുന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആരെങ്കിലും പുറപ്പെടുന്നതിൻ്റെ പേരിൽ, അതിൻ്റെ പേരിൽ ശരിയായ രീതിയിൽ ദീനിൻ്റെ പരിശ്രമം ചെയ്താൽ ആരുടെയും ദുനിയാവ് നശിച്ചുപോത്തുമില്ല. അവൻ്റെ കട, അവൻ്റെ കച്ചവടം, അവൻ്റെ ജോലി, അവൻ്റെ മറ്റ് കൃഷികൾ, ഇതൊന്നും അതിൻ്റെ പേരിൽ നശിച്ചു പോകത്തുമില്ല. അത് അല്ലാഹു തആല അവൻ കാര്യങ്ങൾ നടത്തും. പക്ഷേ നമുക്ക് അതിൻ്റെ പേരിൽ വാഗ്ദാനം ചെയ്യാൻ പറ്റുകയില്ല അതെല്ലാം ശരിയായിക്കോളൂ എന്നുള്ള. അത് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൻ്റെ പേരിൽ ഒരാൾ ശരിയായ രീതിയിൽ പരിശ്രമിക്കുകയാണെങ്കിൽ, ഉത്തരവാദിത്തത്തോടുകൂടി കാര്യങ്ങൾ ചെയ്തു ശരിയായ രീതിയിൽ പരിശ്രമിക്കുന്നെങ്കിൽ അവൻ്റെ ദുനിയാവ് അള്ളാഹു തആല ഒരിക്കലും നശിപ്പിച്ച് കളയത്തില്ല. അങ്ങനെ സാധാരണ നടക്കാറില്ല. പക്ഷേ നമ്മൾ അതിനെ വാഗ്ദാനമാക്കി അതിനെ മുമ്പിൽ വെച്ച് ഒരിക്കലും ദീനിൻ്റെ പരിശ്രമത്തിന് വേണ്ടി പ്രേരിപ്പിക്കലല്ല. നമ്മുടെ പരിശ്രമത്തിൻ്റെ ലക്ഷ്യം, അതിൻ്റെ തർഗീബ്, അതിനുള്ള വാഗ്ദാനങ്ങൾ ആഖിറത്തിനെ മുമ്പിൽ വെച്ചുകൊണ്ടാണ്. दुनिया का मिलना ना मिलना यकीनी नहीं है, दुनिया का मिलना यकीनी नहीं है, लेकिन आखिरत का मिलना यकीनी है. तो जो यकीनी चीज़ है हम उसका वादा करेंगे. तो लिहाजा सहाबा का भी अंदाज यही था. फरमाते थे इन्नमा हिमामुना अल आखिरा वलैसत हिमामुना अद्दुनिया, कि हमारे इरादे, हमारे अज़ाइम, हमारी तमन्नाएं, हमारी आरजुएं सब आखिरत की होती थी, दुनिया की नहीं होती थी. കാരണം ദുനിയാവിൻ്റെ വിഷയം, ദുനിയാവ് ശരിയാവുമെന്നും അത് ശരിയാവത്തില്ല എന്നും ഇതൊന്നും വാഗ്ദാനം ഉറപ്പായ കാര്യമല്ല. എന്നാൽ ആഖിറത്തിൻ്റെ കാര്യം ഉറപ്പായതാണ്. അതുകൊണ്ട് ദീനിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു തആല ആഖിറത്തിൻ്റെ ജീവിതം വിജയകരമാക്കി തീർക്കും. ഉയർന്ന അവസ്ഥകൾ അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആഖിറം ഉറപ്പായതാണ്. അതുകൊണ്ട് ഉറപ്പായ കാര്യം നമുക്ക് പറയാം. ദുനിയാവിൻ്റെ കാര്യം ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അവസ്ഥകളെക്കുറിച്ചോ ഒരാളെക്കുറിച്ചോ ഉറപ്പായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ ഉറപ്പായിട്ട് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അറിയിക്കപ്പെട്ടിട്ടുമില്ല ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ദുനിയാവിൽ. അത് ഓരോരുത്തരുടെ തഖ്ദീർ അനുസരിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉറപ്പായ കാര്യങ്ങളെ മുമ്പിൽ വെച്ച് പരിശ്രമിക്കുക, ഉറപ്പില്ലാത്ത കാര്യങ്ങളെ മുമ്പിൽ വെച്ച് പരിശ്രമിക്കലല്ല. അതുകൊണ്ടാണ് സഹാബാക്കൾ റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ അവരുടെ പരിശ്രമങ്ങൾ, അവരുടെ ത്യാഗങ്ങളെല്ലാം ആഖിറത്തിനെ മുമ്പിൽ വെച്ചായിരുന്നു. പറഞ്ഞ പോലെ അവർ പറയുമായിരുന്നു, നമ്മുടെ നിയത്ത്, നമ്മുടെ ഹിമ്മത്ത് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം ആഖിറമാണ്, ദുനിയാവിനെ ലക്ഷ്യമാക്കിയല്ല നമ്മൾ ജീവിക്കുന്നതും പരിശ്രമിക്കുന്നതും എന്ന് സഹാബാക്കൾ റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ അവരുടെ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. इसलिए सहाबा का मिजाज ये था कि दुनिया दीन की वजह से,
دین کی محنتوں کی وجہ سے، ایمان کی وجہ سے، اعمال کی وجہ سے اگر دنیا فوت ہو جاتی، دنیا خراب ہو جاتی، دنیا بگڑ جاتی، دنیا اجڑ جاتی، تو ان کو اس کا غم نہیں ہوتا تھا۔ یہ صحابہ کا مزاج تھا کہ صحابہ اپنے دین کی وجہ سے دنیا کے فوت ہو جانے کا غم نہیں کرتے تھے، بلکہ وہ مطمئن رہتے تھے کہ دنیا ملے تو ملے، نہ ملے تو نہ ملے، لیکن آخرت کے کسی عمل کے نہ ملنے کا انہیں بہت غم ہوتا تھا کہ آخرت کا کوئی عمل چھوٹ گیا، آخرت کی کوئی نعمت چھوٹ گئی، اس کا بڑا غم ان کو ہوتا تھا، اور دنیا کے نہ ملنے کا کوئی غم ان کو نہیں تھا۔ അതുകൊണ്ടാണ് സഹാബാക്കളുടെ ജീവിതത്തിൽ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും. സഹാബാക്കൾ റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ ദുനിയവിയായ ഏതെങ്കിലും നഷ്ടങ്ങളോ കാര്യങ്ങളോ ദീനിൻ്റെയുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ പേരിൽ, ദീനിൻ്റെ വഴിയിൽ പുറപ്പെട്ടതിൻ്റെ പേരിൽ, ദീനിലേക്ക് വന്നതിന് ശേഷം ദുനിയാവിൻ്റെ എന്തെങ്കിലും നഷ്ടം അഥവാ സംഭവിച്ചാലും അതിൻ്റെ പേരിൽ അവർക്ക് വിഷമോ ഖേദമോ ഉണ്ടാകില്ലായിരുന്നു. നേരെമറിച്ച് ആഖിറത്തിൻ്റെ വിഷയത്തിൽ, ദീനിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും നഷ്ടം, ഉഖ്റവിയ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്കത് വലിയ വിഷമമാവുമായിരുന്നു. കാരണം ദുനിയാവിനെ ലക്ഷ്യമാക്കിയില്ല, കാരണം അത് വിധിക്കപ്പെട്ടതാണ്. അത് അല്ലാഹു തആല ചിലപ്പോൾ നൽകും, ചിലപ്പോൾ നൽകത്തില്ല. അത് നഷ്ടപ്പെട്ടതാണെങ്കിൽ അത് വിധിക്കപ്പെട്ടത് അങ്ങനെ ആയിരുന്നു. കിട്ടാനുള്ളത് കിട്ടും, പോകാനുള്ളത് പോവും. അപ്പം അതുകൊണ്ട് ദുനിയാവിൻ്റെ പേരിൽ, ദുനിയാവിൻ്റെ നഷ്ടങ്ങളുടെ പേരിൽ അവർ വലിയ വിഷമോ ഖേദമോ അല്ലെങ്കിൽ അവർക്കൊരു പ്രയാസമോ കാണാൻ സാധിക്കില്ലായിരുന്നു. നേരെ മറിച്ച് ദീനിൻ്റെ വിഷയത്തിൽ ഉഖ്റവിയായ എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് വലിയ വിഷയമായിരുന്നു, കാരണം ആഖിറത്തിനെ ലക്ഷ്യമാക്കിയിരുന്നവർ. हुजूर सल्लल्लाहु अलैहि वसल्लम की अपने सहाबा पर तरबियत ऐसी हुई थी, उनका मिजाज ऐसे बनाया था हुजूर ने मेहनत करके कि उनको दुनिया के न मिलने का कोई गम नहीं रहता था। यही मिजाज हमें अपनी तबलीग की मेहनत से बनाना है कि अपनी दावत और तबलीग की मेहनत हम ऐसी करेंगे कि हमारे अंदर ये मिजाज, वो मिजाज बन जाए जो सहाबा वाला था, कि सहाबा वाला मिजाज ये कि दुनिया मिलने का न मिलने का उनको गम नहीं होता था। यही मिजाज हमारा बनना चाहिए कि दीन की मेहनत की वजह से और दीन में कुर्बानी देने की वजह से, दावत में चलने की वजह से अगर हमारी दुनिया आगे पीछे हो जाए तो हमें उसका गम नहीं होना चाहिए। ബഹുമാനപ്പെട്ട സഹാബാക്കൾ റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ അവരുടെ ജീവിതങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ദുനിയാവിൻ്റെ നഷ്ടങ്ങൾ, ദുനിയാവ് നഷ്ടപ്പെട്ടു, അതിലെ വസ്തുക്കൾ നഷ്ടപ്പെട്ടു, അതിൻ്റെ എന്തെങ്കിലും നഷ്ടമുണ്ടായി, ഇതൊന്നും അവർക്ക് വലിയ വിഷമോ വലിയ പ്രയാസമോ അവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നമോ ആയിട്ട് അവർ കാണുകയില്ലായിരുന്നു. കാരണം അവർക്കറിയാം ഇത് തീരുമാനിക്കപ്പെട്ട ഒരു കാര്യമാണ്. അത് നഷ്ടപ്പെടേണ്ടത്, എന്താണോ നഷ്ടപ്പെട്ടത് അത് തീരുമാനിച്ചതാണ്, അത് കിട്ടേണ്ടതല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ദുനിയവിയായ നഷ്ടങ്ങൾ, ഭൗതികമായ നഷ്ടങ്ങളൊന്നും അവരുടെ മുമ്പിൽ ഒരു വലിയ വിഷയമല്ലായിരുന്നു. പക്ഷെ ആഖിറത്തിൻ്റെ വിഷയത്തിൽ അവർക്ക് വലിയ കാര്യമായിരുന്നു. ഈ ദീനിൻ്റെ ദഅവത്തിൻ്റെ പരിശ്രമം കൊണ്ടും നമ്മളുടെയും അവസ്ഥ ആ ഒരു അവസ്ഥയിലേക്ക് ആയിത്തീരുക എന്നുള്ളതാണ്. അല്ലാഹു തആല എന്താണോ ദുനിയാവിൽ നമുക്ക് നൽകിയിരിക്കുന്നത് അതിൻ്റെ തൃപ്തി, അത് വരുന്നതോ അത് പോകുന്നതോ, ഇത് വലിയൊരു കാര്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വലിയൊരു വിഷയമായിട്ട് മാറാത്ത അവസ്ഥ, ആഖിറത്തിൻ്റെ ലക്ഷ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടായിത്തീരുക, ഇതാണ് ഈ ദീനിൻ്റെ ദഅവത്തിൻ്റെ പരിശ്രമം കൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിത്തീരേണ്ട ഗുണങ്ങളും അവസ്ഥകളും. हुजूर पाक अलैहिस्सलाम की एक हदीस है, हज़रत अब्दुल्ला बिन अम्र रज़ी अल्लाह अन्हु रिवायत करते हैं, फरमाते हैं कि हुजूर अकरम सल्लल्लाहु अलैहि वसल्लम ने फरमाया कि इदा कुन्न फ़ीका अर्बउन फला अलैका मा फ़ातक दुनिया हिफ्ज़ु अमानतिन व सिद्क़ु हदीसिन व हुस्नु खलीक़तिन व तुअमतुन व इफ़्फ़तुन फ़ी तुअमतिन और कमा क़ाल अलैहिस्सलाम। हुज़ूर सल्लल्लाहु अलैहि वसल्लम फरमाते हैं कि तुम्हारे अंदर अगर 4 बातें पैदा हो गई, तुम्हारे अंदर अगर 4 बातें पैदा हो गई तो दुनिया के फौत होने का तुम्हें गम नहीं करना चाहिए। तुम्हें दुनिया ना मिले और तो ना मिलने का, दुनिया ना मिलने का तुमको गम नहीं होना चाहिए अगर तुम्हारे अंदर 4 बातें पैदा हो गई। क्या 4 बातें? हिफ्ज़ व अमानतिन, अमानत की हिफाजत, जो अमानत अल्लाह की या लोगों की तुम्हारे पास है उसकी हिफाजत तुम्हें आ जाए। सिद्क़ हदीसिन, तुम्हारी बात में गुफ्तगू में सच्चाई आ जाए। वो हुस्न खलीक़तिन,
तुम्हारे अखलाक अच्छे हो जाएं। वो इफ़्फ़तुन फ़ी तुअमतिन, खाने पीने में, रोज़ी में, कमाने में हो, खाने में हो, उसमें एहतियात के साथ खाना पीना, खाने पीने में, रोज़ी में एहतियात करना तुम्हें आ जाए। ये 4 बातें अगर तुम्हारे अंदर पैदा हो गई तो दुनिया ना मिलने का तुमको गम नहीं होना चाहिए। कैसी अजीब बात है, कैसी तरबियत हुजूर अकरम सल्लल्लाहु अलैहि वसल्लम ने सहाबा की कि सहाबा का जहन दुनिया से हटाया और असल आमाल और ईमान जो आखिरत में काम आने वाले हैं उसको असल बनाकर उसकी अहमियत दिलों में बिठाई, ताकि सहाबा का जहन दुनिया के मिलने और दुनिया के पाने का न बने, बल्कि आखिरत वाले आमाल का जहन बने। ഹദീസ് പറയുണ്ടായി, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളോട് പറഞ്ഞ ഒരു കാര്യം, അതായത് 4 കാര്യങ്ങൾ നിങ്ങളിൽ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ദുനിയാവിൻ്റെ എന്ത് നഷ്ടം സംഭവിച്ചാലും അതിനെക്കുറിച്ച് അതൊരു ഒരു കാര്യമേ അല്ല, ഒരു വിഷയമേ അല്ല. എന്തെല്ലാം ദുനിയാവിൽ നഷ്ടപ്പെട്ടാലും ശരി, അതൊന്നും നിങ്ങൾക്ക് ഈ 4 കാര്യങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ ബാക്കി എന്ത് നഷ്ടപ്പെട്ടാലും അതൊരു വിഷയമേ അല്ല എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറയുണ്ടായി. ആ 4 കാര്യങ്ങൾ എന്താണ്? ഒന്ന്, അമാനത്തിൻ്റെ ഉള്ള വിശ്വസ്തത. അല്ലാഹു തആല ഏൽപ്പിച്ച അമാനത്താണെങ്കിലും ജനങ്ങളുടെ അമാനത്താണെങ്കിലും അമാനത്തായിട്ട് വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ വിശ്വസ്തതയോടുകൂടിയുള്ള പെരുമാറ്റം ഒന്നാമത്തേത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, സംസാരത്തിലുള്ള സത്യസന്ധത, സത്യമായ സംസാരം, വാക്കുകൾ പറഞ്ഞാൽ അത് സത്യമായ വാക്കുകളായിരിക്കും. മൂന്നാമത്തേത് ഉയർന്ന നല്ല സ്വഭാവം. നാലാമത്തേത് സമ്പാദ്യത്തിലുള്ള സൂക്ഷ്മത, സമ്പാദിക്കുന്നതിൽ, ഭക്ഷിക്കുന്നതിൽ, ആഹാരത്തിൽ ഉള്ള സൂക്ഷ്മത. ഈ 4 കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഒന്ന് അമാനത്ത്, ആ അമാനത്തിലുള്ള വിശ്വസ്തത, സംസാരത്തിലുള്ള സത്യസന്ധത, മൂന്നാമതായിട്ട് സ്വഭാവത്തിൽ ഉയർന്ന ഉന്നതമായ സ്വഭാവം, നാലാമത്തേത് സമ്പാദ്യത്തിലും ആഹാരത്തിലുമെല്ലാമുള്ള സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ ഹലാലായ സമ്പാദ്യം, ഹലാലായ ആഹാരം. ഈ 4 കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ പിന്നെ ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ ആ മനുഷ്യന് നഷ്ടപ്പെട്ടാലും, വന്നാലും വന്നില്ലെങ്കിലും നഷ്ടപ്പെട്ടാലും അതൊരു നഷ്ടമേ ഇല്ല, ഒരു വിഷയമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുണ്ടായി. എത്ര വലിയ വിഷയമാണിത്. जब अस्हाब कहफ जागे हैं 309 साल के बाद, अपने एक आदमी को उन्होंने पैसे दे के भेजा, जाके खाना लेके आओ, तो सब ने हिदायत रवानगी की हिदायत जैसे बयान करते ना, तो ऐसे उन्होंने सब ने मिलकर ये हिदायत दे के भेजा कि अय्युहा अज़का तआम, कि सबसे पाकीज़ा खाना कौन सा है वो तलाश करके ले आओ। देखिए, उनको भी ये फिक्र था, इफ़्फ़तुन फ़ी तुअमतिन, कि रोज़ी पाक होना चाहिए, हलाल होना चाहिए। तो उन्होंने भी उस ज़माने में ज़ाहिर बात है कि ऐसी बात रही होगी कि रोज़ी पाक हलाल मिले न मिले, इसका उनको फिक्र था। तो लिहाजा ये कहते हुए भेजा कि देख के लाना, फंजुर अय्युहा अज़का तआमिन, ये कौन सा खाना, कौन सी रोज़ी पाक है, पाक साफ है, हलाल है, वो तलाश करके ले आओ। അസ്ഹാബുൽ കഹഫിൻ്റെ ആ കൂട്ടം യുവാക്കൾ, അവർ നാട് വിട്ടു പോയി, ഒരു സ്ഥലത്ത് പോയി. അവിടെ അല്ലാഹു തആല അവരെ ഉറക്കി ഒരു ഗുഹയിൽ. എത്രയോ വർഷം, 300 ചില്ലുവാനും വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ അവരൊന്ന് എഴുന്നേറ്റത്. അപ്പോൾ അവർ ഉണർന്നു കഴിഞ്ഞപ്പോൾ അവർ കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു, ആരെങ്കിലും ഒരാൾ പോയിട്ട് എന്തെങ്കിലും കഴിക്കാനുള്ള ആഹാരം വാങ്ങിച്ചുകൊണ്ട് വന്നാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരാളെ തീരുമാനിച്ചു, പോയി, വെളിയിൽ പോയി. അവർക്കറിഞ്ഞുകൂടായിരുന്നു എത്ര നാൾ കഴിഞ്ഞു അവർ ഉറങ്ങിയത്. അപ്പോൾ ആരെങ്കിലും ആഹാരം വാങ്ങാൻ വേണ്ടി, അതിനുള്ള ഏർപ്പാട് ചെയ്യാൻ വേണ്ടി ഒരാളെ തീരുമാനിച്ചിട്ട് അയാളോട് ഇവരെല്ലാം പറഞ്ഞ ഒരു വാക്ക് ഖുർആൻ ശരീഫിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഫലിയൻദുർ അയ്യുഹാ അസ്കാ തആമൻ ഫലിയതികും ബിറിസ്ഖിൻ. അതായത് ഈ പോകുന്ന ആളോട് അവർ പറഞ്ഞയച്ച വിഷയം അല്ലാഹു തആല എടുത്തു പറയുകയാണ്. അതായത് നിങ്ങൾ പോയി ആഹാരം മേടിച്ചുകൊണ്ട് വരീൻ, പക്ഷേ നിങ്ങൾ പോയി നോക്കുമ്പോൾ
പരിശുദ്ധമായ ആഹാരം നോക്കി മേടിക്കണം. അതായത് അന്നത്തെ അവസ്ഥ അനുസരിച്ച് ഹലാലായ ആഹാരം അതിനകത്ത് അന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ സമയത്തും ഭക്ഷണം വാങ്ങുമ്പോൾ, സമ്പാദിക്കുമ്പോൾ, വാങ്ങുമ്പോൾ എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം നോക്കി ശ്രദ്ധിച്ച് പരിശുദ്ധമായ ആഹാരം നോക്കി മേടിച്ചുകൊണ്ട് വരണമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവിടെയും ആ വാക്ക് അല്ലാഹു തആല ഖുർആൻ ഷരീഫിലെടുത്ത് പറയുന്നുണ്ട്. അവരെയും ആ സമയത്തും അവർ ആഹാരം മേടിച്ചുകൊണ്ട് പോകാമെന്നല്ല, പോയി പരിശുദ്ധമായ ആഹാരം നോക്കി മേടിച്ചുകൊണ്ട് പോവാ എന്നാണ് ആ പറഞ്ഞ ആളിനോട് അവർ പറഞ്ഞ വാക്ക്. അപ്പം അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കാര്യങ്ങൾ. അതായത് നമ്മുടെ സമ്പാദ്യത്തിൽ, നമ്മുടെ ഭക്ഷണത്തിൽ ഉള്ള സൂക്ഷ്മത, ഹലാലായ ആഹാരമായിരിക്കുക, സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുക നമ്മുടെ സമ്പാദ്യ മാർഗങ്ങളിലെല്ലാം. ഇത് വളരെ പ്രധാനപ്പെട്ട പറഞ്ഞപ്പോൾ ഈ ഒരു സംഭവം പറഞ്ഞാണ് അതുമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ട് കേൾക്കുന്നുണ്ടോ? എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ? ഉറക്കം വരുന്നുണ്ടോ? ഉച്ചയ്ക്ക് വിശ്രമിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു തോന്നുന്നല്ലേ? എല്ലാവരും വിശ്രമിച്ച് കാണും. देखते रहें, तवज्जो से बात सुने. तो हमारे काम की बुनियाद आखिरत है, हम आखिरत समझाएंगे. तो इसीलिए फरमाते हैं कि भाई हमारे गश्त का जो मौजू है, गश्त में जाएंगे, मुलाकातों में जाएंगे, तो हमारे बयान का मौजू, गश्त का मौजू 3 चीज़ें हैं: तौहीद, रिसालत और आखिरत. हम ये समझाएंगे कि एक अल्लाह ही से सब कुछ होता है, किसी से कुछ नहीं होता, किसी के हाथ में कुछ नहीं है, न मखलूक के हाथ में कुछ है, न हुकूमतों के हाथ में कुछ है, न ताकत वालों के हाथ में कुछ है, न मुल्क वालों के हाथ में कुछ है, न माल वालों के हाथ में कुछ है. जो कुछ है वो सिर्फ और सिर्फ किसके हाथ में है? अरे बोलो, अल्लाह के हाथ में है. ये हम समझाएंगे उम्मत को, सारी इंसानियत को. अपनी मेहनतों में हमें तौहीद समझाना है. वहद युवहिद, तौहीद. तौहीद का मतलब है एक ही एक से होने को समझाया जाए. एक ही एक है, बनाने वाले, बिगाड़ने वाले, इज्जत देने वाले, जिल्लत देने वाले या जिल्लत से निकालने वाले, सेहत देने वाले, बीमारी देने वाले और शिफा देने वाले का सब कुछ करने वाली ज़ात एक अल्लाह की है. एक अल्लाह के सिवा किसी के पास कुछ नहीं है. जिसके पास जो कुछ है वो अल्लाह का दिया हुआ है. अल्लाह चाहेगा तो वह रहेगा और अल्लाह नहीं चाहेगा तो वह छिन जाएगा. किसी का माल उसका अपना नहीं है, अल्लाह का दिया हुआ है. किसी का मुल्क उसका अपना नहीं, अल्लाह का दिया हुआ है. जब अल्लाह चाहेंगे उसका मुल्क उसके हाथ से निकल जाएगा, और जब अल्लाह चाहेंगे तो माल वाले का माल अपने हाथ से निकल जाएगा और कुव्वत वाले की कुव्वत उसके हाथ से निकल जाएगी. किसी के पास कोई दौलत उसकी अपनी नहीं है, सब कुछ एक अल्लाह की दी हुई है. जब तक अल्लाह चाहेंगे वो रहेगी, जब अल्लाह चाहेंगे तो छिन जाएगी. तो हमें उम्मत को ये समझाना है. അതുകൊണ്ട് ഈ ദാവത്തിൻ്റെ പരിശ്രമത്തിൽ എപ്പോഴും ആഖിറത്തിനെ മുമ്പിൽ വെച്ച് ഉള്ള പരിശ്രമമാണ്. നമ്മുടെ ഗശ്തിൽ, നമ്മുടെ മുലാഖാത്തുകളിൽ, നമ്മൾ ജനങ്ങളുടെ ഇടയിൽ പരിശ്രമിക്കുമ്പോഴെല്ലാം നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ദാവത്ത് 3 വിഷയങ്ങളാണ് മുമ്പിൽ വെച്ചുള്ള സംസാരങ്ങളും വാക്കുകളുമാണ്. ഒന്നാമത്തേത് തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച്, അള്ളാഹുവിനെക്കുറിച്ച് പറയുക. നമ്മുടെ സംസാരങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തേണ്ടത്, നമ്മൾ ഉമ്മത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അള്ളാഹുവിൻ്റെ വലുപ്പത്തെക്കുറിച്ചാണ്. അവൻ്റെ ഖുദ്റത്ത്, അവൻ്റെ കഴിവ്, അള്ളാഹു മാത്രമാണ്, വേറെ ഒന്നുമല്ല, വേറെ ആരും ഒന്നുമല്ല. എല്ലാം അള്ളാഹു താല നൽകിയതും അള്ളാഹു താല സൃഷ്ടിച്ചതുമാണ്. ബാക്കിയെല്ലാം തിരിയുന്നതും എല്ലാം പോയി എത്തുന്നതും എല്ലാം ഉത്ഭവിക്കുന്നതും എല്ലാം ഉണ്ടായിത്തീരുന്നത് അള്ളാഹു താലയിൽ നിന്നാണ്. തീരുമാനങ്ങൾ അവൻ്റേതാണ്. ഇസ്സത്ത് കൊടുക്കുന്നവനവനാണ്, ഇസ്സത്ത് തിരിച്ചെടുക്കുന്നവനവനാണ്. ഉയർന്ന അവസ്ഥയിലേക്ക് ഉയർത്തുന്നത് അള്ളാഹു താലാണ്, താഴ്ന്ന അവസ്ഥയിലേക്ക് താഴ്ത്തുന്നതും അള്ളാഹു താലാണ്. ആ ഉയർച്ചയിൽ നിന്നും താഴോട്ട് കൊണ്ടുവരുന്നവനും അവനാണ്, താഴെ നിന്നും മേളിലോട്ട് കൊണ്ടുപോകുന്നവൻ അവനാണ്. ആരോഗ്യം നൽകുന്നവനവനാണ്, സമ്പത്ത് നൽകുന്നവനവനാണ്, അസുഖം നൽകുന്നവനവനാണ്, അസുഖം മാറ്റുന്നവനും അവനാണ്. എല്ലാം അല്ലാഹു തആല മാത്രമാണ്. കഴിവ് അവൻ്റെ കയ്യിലാണ്, തീരുമാനങ്ങൾ അവൻ്റേതാണ് നടക്കുന്നത്. വേറെ ആർക്കും ഒരു തീരുമാനവും ഒരു കഴിവുമില്ല. എന്തെല്ലാം കാണുന്നു, എന്തെല്ലാം ഉണ്ടോ അത് അല്ലാഹു തആല നൽകുന്നത് മാത്രമാണ്, അല്ലാതെ സ്വന്തമായിട്ട് ആർക്കും ഒന്നുമില്ല. അതുകൊണ്ട് ഇത് മനസ്സിലാക്കലാണ് അള്ളാഹുവിൻ്റെ തൗഹീദിനെ. വാഹിദ് തൗഹീദ് എന്ന് പറഞ്ഞാൽ അറബിയിൽ ഇതെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ, ഒന്ന്, ആ ഒരു ഏകനായ അള്ളാഹു മാത്രമാണ്
എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു വിശ്വാസം, ആ ഒരു യഖീൻ അത് നമ്മളിലും ഉണ്ടായിത്തീരണം, ഉമ്മത്തിലും ഉണ്ടായിത്തീരണം. അതുകൊണ്ട് നമ്മുടെ പരിശ്രമത്തിൻ്റെ, നമ്മുടെ ദഅവത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം അതിലൊന്ന്, 3 വിഷയങ്ങൾ. ഒന്ന് തൗഹീദാണ്, അള്ളാഹുവിൻ്റെ ഏകത്വം, അള്ളാഹുവിൻ്റെ വലിപ്പത്തെയും, അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിനെ മനസ്സിലാക്കുക, അവൻ്റെ ഉന്നതിയെ മനസ്സിലാക്കുക, അവൻ്റെ ഖുദ്റത്തിനെ മനസ്സിലാക്കുക. ഇതാണ് ഒന്നാമത്തെ വിഷയം. हालात जो आते हैं वो अल्लाह की तरफ से आते हैं, तो जाएंगे तो भी अल्लाह की तरफ से जाएंगे. हालात लाने वाला भी अल्लाह ही है, ले जाने वाला भी अल्लाह ही है. अच्छे हालात भी अल्लाह लाते हैं, बुरे हालात भी अल्लाह लाते हैं. तो लिहाजा हमारी नज़र एक अल्लाह पर हो, कि वह तौहीद का तकादा ये है कि हमारी नज़र एक अल्लाह पर. और फिर हालात से मुतासिर होना ये ईमान वाले की शान नहीं है. हालात, अच्छे हालात आवे कि बुरे हालात आवे, ईमान वाले की नज़र अल्लाह पर होती है. हालात को देख के नहीं चलता, वो अल्लाह की मर्जी को देख के चलता है. हालात में अभी हजरत तशरीफ लाए थे हजरत मौलाना इब्राहिम देवला साहब दामत बरकातुम, उन्होंने फरमाया कि भाई हालात अगर आते हैं तो जिंदगी गुजारने के 2 रुख होंगे. एक ये कि आदमी हालात को देख के चले, हालात को देख कर चले, हालात को देख कर रास्ता तय करे. और ये कि हुक्म को देख कर चले, अल्लाह पर नज़र रख के अल्लाह के हुक्म को देख कर चले. कामयाबी किस में है? अगर हालात को देख के चलेगा तो उसका नतीजा कामयाबी नहीं है, और अगर हुक्म को देख के चलेगा तो कामयाबी यकीनी है. हालात में अल्लाह के अहकाम मौजूद हैं, अच्छे हालात में भी अल्लाह के अहकाम हैं, बुरे हालात के मौके पर भी अल्लाह के अहकाम हैं. हर मौके के अहकाम अल्लाह की तरफ से उतरे हैं. चूँकि हालात अल्लाह लाते हैं, अच्छे हो के बुरे हो, तो जब हालात लाएंगे तो हाल का हुक्म भी अल्लाह ही बतावेंगे ना, कि इस हाल में क्या करना है तुमको. हाल अच्छा लाए तो उस वक्त में क्या करना है वो अल्लाह ने बताया हुआ है. हालात अगर बिगड़ गए तो वो भी अल्लाह की तरफ से हुए हैं, तो उस वक्त पर भी अल्लाह ही बताएंगे कि ऐसे मौके पर क्या करना है. तो हजरत ने फरमाया कि हमारा काम ये है, हमारी जिम्मेदारी ये है कि हम हालात में हुक्म दरियाफ्त करें, इल्म वालों से पूछें, इल्म वालों से पूछें कि इन हालात में अल्लाह का हुक्म क्या है, हमें क्या करना है. पूछो अपने बड़ों से, तो जो हुक्म मिले बड़ों की तरफ से, अल्लाह का जो हुक्म हम समझाया जाए और बताया जाए वो हुक्म पूरा करो. हुक्म पूरा करने में कामयाबी है तो नज़र अल्लाह पे रख कर हुक्म पूरा करने पर कामयाबी मिलती है, हालात को देख कर चलने में कामयाबी नहीं है. അവസ്ഥകളെ കൊണ്ടുവരുന്നവനും അല്ലാഹു തആലയാണ്, അവസ്ഥകളെ മാറ്റുന്നവനും അല്ലാഹു തആലയാണ്. അനുകൂലമായ അവസ്ഥയായിരുന്നാലും പ്രതികൂലമായ അവസ്ഥയായിരുന്നാലും ആ അവസ്ഥ വരുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം, ആ അവസ്ഥ മാറിപ്പോകുന്നതും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം. എന്തെല്ലാം അവസ്ഥകൾ ഈ ലോകത്ത് വരുന്നുണ്ടോ, ഈ വരുന്ന അവസ്ഥകളെല്ലാം അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന അനുസരിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവസ്ഥകളെ നോക്കി തീരുമാനം എടുക്കാറില്ല. അവസ്ഥകൾ വന്നപ്പോൾ അതിൻ്റെ പേരിൽ ഒരു മുഅ്മിൻ ഭയപ്പെട്ട് പരിഭ്രമിച്ച് പോകാറില്ല. കാരണം അറിയാം ഈ അവസ്ഥകൾ അല്ലാഹു തആലയാണ് അയക്കുന്നത്. അപ്പോൾ അവസ്ഥകളെ നോക്കി അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാറില്ല. എപ്പോഴും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്കാണ് നോക്കുന്നത്, അവസ്ഥകൾ ഏതു തന്നെയായിരുന്നാലും. ആ സമയത്ത് അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണെന്നാണ് ആ മുഅ്മിൻ നോക്കുന്നത്. കാരണം ആ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവനറിയാം ഇത് അവസ്ഥകൾ സ്വന്തമായിട്ട് വരുന്നതല്ല, ഇത് അല്ലാഹു തആല അയക്കുന്ന അവസ്ഥകളാണ്. അപ്പം ആ സമയത്ത് ഒരു മുഅ്മിൻ നോക്കുന്നത് എന്താണ്, അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണെന്നാണ് നോക്കുന്നത്, അള്ളാഹുവിൻ്റെ തീരുമാനം. അപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനം എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എന്താണെന്നാണ് നോക്കുന്നത്. ആ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നോക്കി ആ സമയത്ത് തീരുമാനം എടുക്കും എന്ത് ചെയ്യണമെന്നുള്ളത്. അല്ലാതെ അവസ്ഥകൾ വരുമ്പോൾ അതിനനുസരിച്ച് തീരുമാനങ്ങളും അവസ്ഥകളും മാറ്റുന്നതല്ല മുഅ്മിൻ. മോനെ ഇബ്രാഹിം സാഹിബ് അദ്ദേഹം ബാംഗ്ലൂർ വന്നിരുന്നു, ജോഡിൽ. അപ്പോൾ അവിടെ വെച്ചും ഈ വിഷയം പറയുണ്ടായി. പറഞ്ഞു അവസ്ഥകൾ വരുന്നതനുസരിച്ച് ആ സമയത്ത് അവസ്ഥകൾ ആരാണ് അയക്കുന്നത് അത് മനസ്സിലാക്കുക. എന്നിട്ട് ആ അവസ്ഥകൾ അയച്ച അല്ലാഹു തആല എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുക.
അപ്പോൾ ആ സമയത്ത് അവസ്ഥകളിൽ എന്താണ് ചെയ്യേണ്ടത്? ഇത് അറിവുള്ള ആലിമീങ്ങളിൽ നിന്നും മനസ്സിലാക്കി, നമ്മൾ ദീനിനെക്കുറിച്ച് മനസ്സിലാക്കി പഠിച്ച് അതനുസരിച്ച് അറിയാവുന്ന ആളുകളിൽ നിന്നും മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുക. കാരണം അവസ്ഥകൾ വരുന്നത്, ഹാലാത്ത് വരുന്നത് ഇത് സ്വന്തമായിട്ട് വരുന്നതല്ല, അള്ളാഹു താലയുടെ തീരുമാനമനുസരിച്ച് വരുന്നതാണ്. അപ്പോൾ ഒരു മുഅ്മിൻ എപ്പോഴും അവസ്ഥകളിലേക്ക് നോക്കുകയില്ല, നേരെമറിച്ച് അള്ളാഹുവിലേക്ക് നോക്കും, അള്ളാഹുവിൻ്റെ കൽപ്പനകളിലേക്ക് നോക്കും, അള്ളാഹു താല ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നോക്കും. എന്നിട്ട് അതനുസരിച്ച് ഉറച്ചു നിൽക്കും. അവസ്ഥകൾ വരും പോകും, അള്ളാഹു താല എന്താണോ ഉദ്ദേശിക്കുന്ന ആ കാര്യങ്ങൾ നടക്കും. അപ്പോൾ ആ മുഅ്മിൻ അതിനെ മുമ്പിൽ വെച്ചായിരിക്കും അവസ്ഥകളെ കൈകാര്യം ചെയ്യുന്നത്, അല്ലാതെ അവസ്ഥകളെ നോക്കി കാര്യങ്ങൾ തീരുമാനിക്കുകയില്ല. तो मेरे दोस्तों भाइयों, हालात ऐसे हैं कि हालात को देखकर आदमी अल्लाह की मर्जी, अल्लाह की रज़ा और अल्लाह की नाराज़गी पहचान नहीं सकता. हालात को देखकर आदमी समझ नहीं सकता कि अल्लाह पाक किन से राजी और किन से नाराज है. बसा औक़ात नाफरमानों के हालात अच्छे नजर आते हैं. नाफरमान हैं, सरकश हैं, जुल्म कर रहे हैं और अल्लाह के हुक्मों को तोड़ रहे हैं, नबी की सुन्नत के खिलाफ चल रहे हैं, कुफर कर रहे हैं, शिर्क में मुब्तला हैं और नाफरमानियों के अंबार लगे हुए हैं, जुल्म और तशद्दुद पर हैं, खुल्ला नाफरमानियों में हैं. लेकिन हालात बहुत अच्छे हैं, चीज़ें मिली हुई हैं, हुकूमत मिली हुई है, मुल्क भी है, माल भी है, दौलत भी है, धंधे भी हैं, खुशहाल भी हैं, ज़ाती हालात भी अच्छे हैं, घरेलू हालात भी अच्छे हैं और सब कुछ उनके हालात ज़ाहिरी तौर पर दुनियावी एतबार से बड़े चमक दमक में, ज़रक बरक में और बड़े खुशहाली में जी रहे हैं. और मोमिनीन, हक़ वाले, हक़ पर चलने वाले, सही नहज पर काम करने वाले, दीन की मेहनतों में जान माल खपाने वाले, तबलीग में जान माल लगाने वाले, आमाल वाले, ईमान वाले, फर्मबरदारी वाले, ताअत वाले, सिफात वाले, इखलास वाले, वो मशाकिल में हैं, तंगियों में हैं, परेशानियों में हैं, कर्ज़ों में मुब्तला हैं, बीमारियों में पड़े हुए हैं, दबे हुए हैं, मगलूब हैं, उनकी चल नहीं रही है. ये हालात हैं ज़ाहिरी. अब इसको देखेगा कोई आदमी तो धोखा खा जाएगा ना, धोखा खा जाएगा. वो ये समझेगा, एक आम मुसलमान इसको देख करके क्या समझेगा, आम मुसलमान क्या, आम इंसान भी इन चीज़ों को देख के, हालात को देख के जब मुवाज़ना करेगा, कंपेयर करेगा, धोखा खा जाएगा. वो यूं कहेगा, अरे लगता है अल्लाह इनसे नाराज है और लगता है अल्लाह इनसे राजी और खुश है. तो अब धोखा खा गया. जो नाफरमान है, नाफरमानों के अच्छे हालात देखकर, फरमा बरदारों के बुरे हालात देखकर धोखा खा गया और वो ये समझ बैठा कि इन नाफरमानों से खुदा राजी है और इन फरमा बरदारों से खुदा नाराज है, इसलिए अल्लाह ने इनके हालात बिगाड़ दिए, इनके हालात बहुत अच्छे हैं. धोखा खा गया. मेरे दोस्तों, ये ऐसा मरहला है, ऐसा इम्तिहान है, ऐसे इम्तिहान से अंबिया ने भी पनाह मांगी है. ये बड़ा इम्तिहान है. ये आदमी, आम आदमी बड़े इम्तिहान में है. वो जस्टिफाई नहीं कर पा रहा है, फैसला नहीं कर पा रहा है कि हक पर कौन है और बातिल पर कौन है. ये थोड़े हैं, वो ज्यादा हैं. ये खुशहाल हैं और ये तंगियों में है. तो जस्टिफाई नहीं कर पाता आदमी कि कौन हक पर है, किन से खुदा राजी है और किन से खुदा नाराज है. ये जस्टिफाई नहीं कर पाता, फैसला नहीं कर पाता, धोखा खा जाता है. तो ऐसी इम्तिहान से अंबिया ने भी पनाह मांगी है. रब्बना ला तजअलना फितनतल लिल कौमिज़ ज़ालिमीन. ये जो आयत है कुरान की, जो अंबिया की दुआ है, ये इसकी तफसीर में उलमा ने लिखा है कि अंबिया ने दुआ मांगी थी, अल्लाह हमें जालिमों के फितने का सबब न बना. जालिमों के फितने का सबब, जालिम लोग हमारी वजह से धोखा ना खा जाएं, हमारे हालात की वजह से जालिम धोखे में न पड़ जाएं. ये अंबिया ने पनाह मांगी. तो उसकी तफसीर में उलमा ने ये लिखा है. इसका क्या मतलब? इसका मतलब यही है कि हमारे बुरे हालात देखकर और नाफरमानों के अच्छे हालात देखकर ये धोखा ना खा जाएं,
और ये ना समझ बैठे हैं कि ये बातिल पर हैं, ये हक पर हैं, इनसे खुदा नाराज है, इनसे खुदा राजी है, लिहाजा क्या करेंगे, ईमान लाने से पीछे हटेंगे और वो भी नाफरमानों के साथ हो जाएंगे, बातिल वालों के साथ हो जाएंगे। तो ये फितने में पड़ गए। तो हमारे बुरे हालात इनके फितने का सबब बन गए। अंबिया ने दुआ मांगी कि अल्लाह हमारे हालात ऐसे खराब न कर कि लोग देखकर फितने में पड़ जाएं, धोखा खा जाएं और ये समझ बैठे कि हमसे अल्लाह नाराज है और हम बातिल पर हैं और वो नाफरमान हक पर हैं, ये ना समझ लें। तो मेरे भाइयों दोस्तों, मैं ये अर्ज कर रहा हूं कि जिस तरह अंबिया ने आम इंसानों के एतबार से इस बात की पनाह मांगी, अल्लाह से दुआ मांगी कि कहीं आम लोग हमारे इन हालात को देखकर धोखा न खा जाएं, इसी तरह ये मैं अर्ज कर रहा हूं हमको खुद भी अपने को धोखे से निकालना है, कभी हम भी धोखा ना खा जाएं इससे। हम भी कभी कभी धोखा खा जाते हैं कि नाफरमा बरदारों के हालात बुरे हैं, नाफरमानों के हालात बड़े अच्छे हैं, इसको देख के हम भी धोखा खा जाते हैं और खुद हम भी इस धोखे में मुब्तला होकर हक वालों का साथ देने के बजाय बातिल वालों के साथ हो जाते हैं और अपने आमाल और अपने ईमान पर अल्लाह के वादों का यकीन करने के बजाय शक में पड़ जाते हैं। कहीं अल्लाह के वादे नौज़बिल्लाह झूठे तो नहीं है, कहीं अल्लाह पाक के वादे हम वादा खिलाफी तो नहीं हो रही अल्लाह की तरफ से। हम भी कभी कभी धोखा खा जाते हैं। इसलिए ऐसे मौक़ों पर अपने को बचाने की बहुत ज़रूरत है, अपने को संभालने की बहुत ज़रूरत है और अपने को इस धोखे से बचाने की ज़रूरत है। അതുകൊണ്ട് അവസ്ഥകൾ ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണ്. അത് അനുകൂലമായിട്ട് വരാം, പ്രതികൂലമായിട്ട് വരാം. അവസ്ഥകളെ മാത്രം നോക്കി അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളോ അല്ലെ അള്ളാഹുവിൻ്റെ തൃപ്തിയോ ഇതൊന്നും മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കത്തുമില്ല. പറഞ്ഞാൽ ഒരാൾ നല്ല അവസ്ഥയിലാണ്, സന്തോഷത്തിലാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്, അതുകൊണ്ട് അയാൾ ശരിയായ മാർഗത്തിലാണ്, അല്ലെങ്കിൽ അയാൾ ചെയ്യുന്നതെല്ലാം ശരിയാണ്, അല്ലെങ്കിൽ അള്ളാഹു തആല ആ മനുഷ്യനെ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുകയാണ് എന്ന് തീരുമാനിക്കാൻ പറ്റുകയില്ല. ചിലപ്പോൾ തെറ്റായ വഴിയിലുള്ളവർ, അല്ലെങ്കിൽ അള്ളാഹുവിനെ അംഗീകരിക്കാത്തവർ, ഈമാനില്ലാത്തവർ, അല്ലെങ്കിൽ തെറ്റുകൾ പ്രവർത്തിക്കുന്നവർ ഈ ലോകത്ത് എല്ലാ സൗകര്യങ്ങളിലും ജീവിക്കുന്നിട്ടുണ്ടാകാം. അങ്ങനെയും സംഭവിക്കും. ബാഹ്യമായിട്ട് നോക്കുമ്പോൾ വലിയ സമ്പത്തും സൗകര്യവും അധികാരവും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ അടുക്കലുണ്ടാവും. അപ്പോൾ നോക്കുമ്പോൾ എല്ലാ നല്ല അവസ്ഥകളും സന്തോഷങ്ങളും അവർക്കുണ്ട് എന്ന് ബാഹ്യമായിട്ട് തോന്നും. പക്ഷെ അതിൻ്റെ പേരിൽ അവർ ചെയ്യുന്നത് ശരിയാണ്, അല്ലെങ്കിൽ അവരുടെ മാർഗം ശരിയാണ്, അല്ലെങ്കിൽ അല്ലാഹു തആല അവരെ തൃപ്തിപ്പെട്ട് അവർക്കിതെല്ലാം കൊടുത്തിരിക്കുകയാണ് എന്ന് പറയാൻ പറ്റത്തില്ല. അവസ്ഥകളെ നോക്കി അത് പ്രതികൂലമാണോ അനുകൂലമാണോ, ഈ ലോകത്തുള്ള അവസ്ഥകൾ ഇതൊരിക്കലും അവരുടെ വഴി അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയെ തീരുമാനിക്കാൻ പറ്റുകയില്ല, മനസ്സിലാക്കാൻ പറ്റുകയില്ല. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നോക്കിയാലേ നമുക്ക് പറ്റുള്ളൂ. അള്ളാഹുവിൻ്റെ ദീൻ എന്താണോ, ആ ദീനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, ആ മാർഗത്തിൽ ആര് ജീവിക്കുന്നോ, അതിനെ ആര് പിൻപറ്റുന്നോ അവർ ശരിയാണ്. അവർ അള്ളാഹു തആല അവരുടെ മേലാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത്. ചിലപ്പോൾ സംഭവിക്കുന്നത് എന്താണ്, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവർ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവർ അവർ പരീക്ഷണത്തിലായിരിക്കും, അവർ പ്രയാസങ്ങളിലായിരിക്കും, അവർ ബുദ്ധിമുട്ടുകളിലായിരിക്കും. അപ്പോൾ ബാഹ്യമായിട്ട് നോക്കുമ്പോൾ ഇത് മനസ്സിലാക്കാത്ത ഒരു മനുഷ്യന് സംശയം തോന്നിപ്പോവാം, പരീക്ഷണങ്ങളിലായിരിക്കും അവർ. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു ദുആകൾ, അമ്പിയാക്കളുടെ ദുആ ഉണ്ട്, റബ്ബനാ ലാ തജഅൽനാ ഫിത്നതൽ ലിൽ ഖൗമി ളാലിമീൻ. അല്ലാഹുവേ, ളാലിമീങ്ങളായ അക്രമികളായ ആളുകൾക്ക് അവർക്കുള്ള ഒരു പരീക്ഷണമാക്കി ഞങ്ങളെ അവരുടെ ഒരു പരീക്ഷണമാക്കി മാറ്റല്ലേ, അങ്ങനെ ആക്കല്ലേ. കാരണം ബാഹ്യമായിട്ട് നോക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ എല്ലാ അനുകൂലമായ അവസ്ഥ അല്ലാഹു തആലയുടെ ദീനിനെ അനുസരിക്കാത്തവർക്ക്, അല്ലെ ദീനനുസരിച്ച് ജീവിക്കാത്തവർക്ക്. എന്നാൽ ദീനനുസരിച്ച് ജീവിക്കുന്നവർക്ക് പരീക്ഷണങ്ങൾ അമ്പിയാക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണാനും സാധിക്കും. ആരാണ് അമ്പിയാക്കളെ എതിർത്തിരുന്ന ആളുകൾ? ആരംഭത്തിൽ അവർ വലിയ സന്തോഷത്തിലും വലിയ അധികാരത്തിലും വലിയ നല്ല അവസ്ഥയിലും. അമ്പിയാക്കളുടെ കൂടെ കൂടിയ ആളുകൾ അവർ പരീക്ഷണത്തിൽ, അവർ ബുദ്ധിമുട്ടിൽ, അവർ പ്രയാസത്തിൽ. ആരംഭത്തിൽ അധികവും ഇതേ അവസ്ഥ തന്നെയാണ്.
അപ്പോൾ ആ സമയത്ത് അമ്പിയാക്കളുടെ ഭാഗത്ത് നിന്ന് ഈ ദുആയും ഉണ്ടായിരുന്നു, ഞങ്ങളെ അതിനൊരു പരീക്ഷണത്തിന് നീ കാരണമാക്കല്ലേ. കാരണം ലോകത്തെ ജനങ്ങൾ മറ്റുള്ളവർ കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് തോന്നിപ്പോവും, കണ്ടോ ഇവർ ശരിയായ മാർഗത്തിലായിരുന്നെങ്കിൽ പിന്നെ ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും അവർക്ക് വരുമോ ഇല്ലയോ. അപ്പോൾ അതുകൊണ്ട് അവസ്ഥകളെ മാത്രം നോക്കി ഒരു കാര്യത്തെക്കുറിച്ചുള്ള തീരുമാനം എടുക്കാൻ പറ്റുകയില്ല. അത് ശരിയും തെറ്റും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് എപ്പോഴും ദീനിനെ മനസ്സിലാക്കി, ഹക്കിനെ മനസ്സിലാക്കി, അതിനെ മനസ്സിലാക്കിയാണ്. അല്ലെങ്കിൽ എന്താവും, മറ്റുള്ളവർ സംശയത്തിൽപ്പെടുന്ന കൂടാതെ നമ്മളും ചിലപ്പോൾ സംശയത്തിലായിപ്പോവും എന്താണ് ശരി തെറ്റെന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് എപ്പോഴും ദീനിനെ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ, ആ ദീനിൻ്റെ കാര്യങ്ങൾ, അതിൽ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അതിനെ മനസ്സിലാക്കി, അതിനെ പഠിച്ച് മനസ്സിലാക്കി ഹക്കിനെ മനസ്സിലാക്കിയാൽ ഉറച്ചു നിൽക്കേണ്ടതാണ്. കാരണം ദുനിയാവ് പരീക്ഷണമായതുകൊണ്ട് ദുനിയാവിൽ അവസ്ഥകൾ മാറി മാറി വരും. ചിലപ്പം ഹക്കിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ അവർക്ക് പരീക്ഷണങ്ങളായിരിക്കും, അവർക്ക് അവസ്ഥകൾ പ്രതികൂലമായിരിക്കും. എന്നാൽ ഹക്കിന് നേരെ എതിരിൽ നിൽക്കുന്ന ആളുകൾ അവരുടെ അവസ്ഥകൾ അനുകൂലമായിരിക്കും. അപ്പോൾ അവസ്ഥകളെ ബാഹ്യമായിട്ട് നോക്കിയതിൻ്റെ പേരിൽ മാത്രം തീരുമാനമെടുക്കാൻ സാധിക്കുകയില്ല. അവസ്ഥകളെ നോക്കി ഒരിക്കലും ശരിയേതാണ് തെറ്റേതാണ് അല്ലെങ്കിൽ നമ്മൾ ഏത് കൂട്ടത്തിലാണ് നമ്മൾ കൂടേണ്ടത് എന്ന് ഒരിക്കലും തീരുമാനമെടുക്കാൻ പറ്റുകയില്ല. യഥാർത്ഥമായ ദീനിനെ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മാർഗം, ആ വഴി, തങ്ങളുടെ രീതി, അതിൽ നിന്നുമാണ് നമ്മൾ മനസ്സിലാക്കി ഉറച്ചു നിൽക്കേണ്ടത്. അവസ്ഥകൾ അനുകൂലമാണെങ്കിലും ശരി, പ്രതികൂലമാണെങ്കിലും ശരി. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും എപ്പോഴും ദീനിൻ്റെ കാര്യങ്ങളിൽ അതിൻ്റെ കാര്യങ്ങൾ പഠിക്കുകയും അതിനെ മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കി വേണം ദീനിൻ്റെ അല്ലെങ്കിൽ നമ്മൾ തന്നെ പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ നമ്മളിൽ നിന്നും തെറ്റ് സംഭവിച്ചു പോകാം. എവിടാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ഏത് തീരുമാനമാണ്, ഏത് സമയത്ത് എന്ത് തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത്, ഈ വിഷയത്തിൽ എപ്പോഴും ദീനിനെ മുമ്പിൽ വെച്ച്, ദീനിനെ അടിസ്ഥാനമാക്കി അവസ്ഥകളെ മുമ്പിൽ വെച്ചല്ല നമ്മൾ തീരുമാനിക്കേണ്ടത്. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനെ മുമ്പിൽ വെച്ചാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. बात समझ में आई? മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ज़बान उर्दू है हमारी, आपकी ज़बान हम नहीं जानते, हमारी ज़बान आप नहीं जानते. അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷ, എൻ്റെ ഭാഷ നിങ്ങൾക്കും പൂർണ്ണമായിട്ടും മനസ്സിലാവുകയില്ല, നിങ്ങളുടെ ഭാഷ എനിക്കും പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാകാൻ ചിലപ്പോൾ ചെറിയ ഒരു വിഷയമുണ്ടാകാം. മനസ്സിലാവുന്നോ എന്ന് ചോദിക്കുന്നു. तो अक़लियत और अक्सरियत ये बुनियाद नहीं है हक़ को समझने की. അതുകൊണ്ട് ഹക്കിനെ മനസ്സിലാക്കാൻ വേണ്ടി ഭൂരിവശം ന്യൂനവശം, കൂടുതൽ കുറവ്, ഇത് അനുകൂലം പ്രതികൂലം, ഇതിനെ നോക്കിയല്ല നമ്മൾ ഹക്കിനെ മനസ്സിലാക്കേണ്ടത്. हमारे बड़े फरमाते हैं हक़ हमेशा इब्तिदा में हक़ हमेशा दबा हुआ रहता है और हक़ की रफ्तार धीमी होती है. हक़ वाले हमेशा थोड़े होते हैं, मिक़दार हमेशा धीमी रहती है इब्तिदा में, लेकिन इंतहा में कामयाबी हक़ वालों के साथ है. और बातिल की रफ्तार शुरू में तेज होती है और बातिल वाले इब्तिदा में ज़्यादा ही होते हैं, लेकिन अंजाम के एतबार से बातिल नामुराद होता है. അതുകൊണ്ട് മുതിർന്നവർ പറയും എപ്പോഴും ഹക്ക് എന്ന് പറയുന്നത് അതെപ്പോഴും ആരംഭത്തിൽ അത് ചെറിയ രീതിയിലായിരിക്കും. ഹക്കിൻ്റെ തുടക്കം ചെറിയ രീതിയിൽ, അതിൻ്റെ വേഗതയും വളരെ ചെറിയ വേഗതയായിരിക്കും. ഹക്ക് തുടങ്ങുന്ന ചെറിയ രീതിയിലായിരിക്കും തുടങ്ങുന്നത്, അതിൻ്റെ വേഗതയും അത്ര വലിയ വേഗത കാണത്തില്ല, ചെറിയ വേഗതയായിരിക്കും. പക്ഷേ അന്ത്യത്തെ വെച്ച് നോക്കുമ്പോൾ ഹക്ക് വിജയത്തിലേക്ക് പോയി എത്തും. ഹക്കിൻ്റെ വഴിയിൽ നിന്നാൽ മനുഷ്യൻ വിജയത്തിലേക്ക് പോയി എത്തും. എന്നാൽ ബാത്തില് വലിയ രീതിയിലായിരിക്കും അതിൻ്റെ തുടക്കം, ആരംഭം, അതിൻ്റെ വേഗതയും ഭയങ്കര വേഗതയായിട്ട് തോന്നും, പക്ഷെ അവസാനം പരാജയത്തിലായിരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഹക്കിനെ മനസ്സിലാക്കിയാൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ആവശ്യം. दुनिया में ईमान वाले ज़्यादा हैं कि बेईमान ज़्यादा हैं? ലോകത്ത് ഈമാൻ ഉള്ളവരാണോ കൂടുതൽ, ഈമാൻ ഇല്ലാത്തവരാണോ കൂടുതൽ? बोलो भाई. तो हक पर कौन है? ഹക്കിലാരാണ്? കുറഞ്ഞവരാണോ ഹക്കില് കൂടുതലുള്ള? കുറഞ്ഞവർ. और ईमान वालों में हक पर चलने वाले ज़्यादा हैं
या बातिल पर चलने वाले ज़्यादा हैं? നീ ഈമാൻ ഉള്ളവരിൽ തന്നെ നമ്മൾ നോക്കിയാൽ ഹക്കിൻ്റെ ആ ഈമാൻ ഉള്ളതിനോട് കൂടി ഹക്കിൻ്റെ വഴിയിൽ ദീനിൽ ഉറച്ചു നിൽക്കുന്നവരാണോ കൂടുതൽ, ദീൻ ഇല്ലാതെ ജീവിക്കുന്നവരാണോ കൂടുതൽ? हुजूर सल्लल्लाहु अलैहि वसल्लम ने फरमाया है कि बनी इसराइल 72 फ़िरक़ों में बटी थी और मेरी ये उम्मत 73 फ़िरक़ों में बटेगी और उनमें से सिर्फ एक जन्नत में जाएंगे, बाकी 72 जहन्नम में जाएंगे, और ये सब के सब ईमान वाले हैं. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വരുന്നു, അല്ലാഹു തആല നമ്മളെല്ലാവരും കാക്കട്ടെ, ബനി ഇസ്രായേൽ 72 വിഭാഗമായിട്ട് തിരിഞ്ഞെങ്കിൽ എൻ്റെ ഉമ്മത്ത് 73 തിരിയും, അതിലൊന്നായിരിക്കും രക്ഷപ്പെടുന്നവർ, വിജയിക്കുന്നവർ എന്ന് വരുന്നു. അപ്പം അതുകൊണ്ട് എത്രയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾ എപ്പോഴും ദീനിൽ നിന്നും അല്ലെങ്കിൽ സത്യമായ മാർഗത്തിൽ നിന്നും മാറിപ്പോകുന്നതാണ്. ईमान वालों में तबलीग वाले ज़्यादा हैं कि गैर तबलीग वाले ज़्यादा हैं? നീ ഈമാൻ ഉള്ളവരിൽ തന്നെ നോക്കിയാൽ ദീനിൻ്റെ പരിശ്രമം, ദാവത്തിൻ്റെ തബ്ലീഗിൻ്റെ പരിശ്രമമായിട്ട് ബന്ധപ്പെടുന്നവരാണോ കൂടുതൽ, അല്ലാത്തവരാണോ കൂടുതൽ? हाँ, तो हमें सोचना चाहिए तबलीग की मेहनत में भी दो रुख पर चल रहे हैं. एक रुख पर थोड़े लोग नजर आते हैं, दूसरे रुख पर ज्यादा लोग नजर आते हैं. तो हमारी बुनियाद ये नहीं है कि हम ये देखें कि ज्यादा किधर है. हमारी बुनियाद ये कि सुन्नत और शरीयत पर कौन है. हमारी बुनियाद ये कि सुन्नत और शरीयत पर कौन है. ഇപ്പോൾ ദീനിൻ്റെ പരിശ്രമത്തിലും ദാവത്തിൻ്റെ പരിശ്രമത്തിലും പല വിഷയങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ഉള്ള സന്ദർഭത്തിൽ നമ്മൾ എന്താ നോക്കേണ്ടത്? ആളുകൾ എവിടെ ഉണ്ട്, കൂടുതൽ ആളുകളുണ്ട്, കൂടുതൽ ആളുകൾ കുറവാണ്, ഇതല്ല നോക്കേണ്ടത്. നമ്മളെപ്പോഴും നോക്കേണ്ടത് സുന്നത്തും ശരീഅത്തും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗം, തങ്ങളുടെ സുന്നത്ത്, തങ്ങളുടെ അതിലുറച്ചു നിൽക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളും വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ സുന്നത്തിൻ്റെ വഴിയിൽ എപ്പോഴും ഉറച്ചു നിൽക്കൽ ആവശ്യമാണ്. सहाबा ने ये नहीं पूछा वो 72 कौन है, बल्कि सहाबा ने ये पूछा वो एक कौन है बता दो हमको, जो जन्नत में जाएंगे वो एक कौन है हमको वो बताओ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരത്തെ പറഞ്ഞ ഹദീസ് 73 വിഭാഗങ്ങളായിട്ട് തിരിയെന്ന് പറഞ്ഞപ്പോൾ സഹാബാക്കൾ റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ അവർ അറിയാൻ ആഗ്രഹിച്ചത് ആ 73-ൽ 72 ആരാണെന്നുള്ളതല്ല, നേരെമറിച്ച് ആ ഒന്ന്, അതായത് ശരിയായ അതിൽ നിന്നും ശരിയായ മാർഗത്തിൽ നിൽക്കുന്ന ആരാണ്, അതിനെക്കുറിച്ചാണ് സഹാബാക്കൾ അറിയാൻ ആഗ്രഹിച്ചത്. तो हुजूर सल्लल्लाहु अलैहि वसल्लम ने वो 72 जो बिगड़े हुए हैं उनके अहवाल ज़्यादा नहीं बताए, बल्कि वो एक जिनसे अल्लाह राज़ी होता है और जो जन्नत में जाते हैं उनकी हालत और उनकी सिफात और उनकी कैफियत बयान कर दी ताकि हम उस रुख पे रहें. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ബാക്കിയുള്ള വിഭാഗങ്ങളെ 73 വിഭാഗങ്ങളെ അതിൽ 72 വിഭാഗങ്ങളെക്കുറിച്ചും തങ്ങൾ അതിനെ വിശദീകരിക്കുകയോ വേറൊന്നും പറഞ്ഞില്ല. തങ്ങൾ പറഞ്ഞത് ആ ഒരു വിഭാഗം, അതിൽ രക്ഷപ്പെടുന്ന ആരാണ്, വിജയിക്കുന്ന ആരാണ്, ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിഞ്ഞ് വിശദീകരിച്ചത്. चुनांचे हुजूर ने फरमाया मा अना अलैहि व अस्हाबी, जिस तरीके पर मैं और मेरे सहाबा हैं उस तरीके पर चलने वाले वो एक हैं और वही जन्नत में जाने वाले हैं. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതാരാണ് അതിൽ വിജയിക്കുന്നവരാരാണ്? പറഞ്ഞു മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സഹാബാക്കളും ഏതൊരു വഴിയിലാണോ ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് വിജയികളായിത്തീരുന്നത് എന്ന് പറയുണ്ടായി. हमें ये नहीं देखना है कि अक्सरियत वाले क्या कर रहे हैं, हमें ये देखना है कि हमें क्या करना है. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ആളുകൾ എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു, അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്താണ്, നമ്മൾ എന്താ ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി അത് ചെയ്യുക, ആ വഴിയിൽ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. हमें अपना रुख सही करके, अपना काम सही करके, सुन्नत और शरीयत की पाबंदी के साथ हमें अपने काम में लगे रहना है. दूसरे क्या कर रहे हैं हमें इस पर नजर नहीं रखनी है. അതുകൊണ്ട് നമ്മുടെ മാർഗം, നമ്മുടെ പരിശ്രമം, നമ്മുടെ ദീൻ, നമ്മുടെ വ്യക്തിപരമായ ജീവിതം, നമ്മുടെ പരിശ്രമം അത് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് അനുസരിച്ച് ആക്കി തീർക്കുക, അതിനെ മുമ്പിൽ വെച്ചുകൊണ്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ബാക്കി ആരെന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു, ഇതിനെക്കുറിച്ച് നോക്കി അതിൻ്റെ പുറകിന് പോലല്ല നമ്മുടെ ജോലി.
നമ്മുടെ ജോലി എന്താണ്, നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് ശരിയായി മനസ്സിലാക്കി അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. اللہ تعالیٰ نے قرآن میں فرمایا یا ایھا الذین آمنوا علیکم انفسکم لا یضرکم من ضل اذا اہتدیتم. اے ایمان والو اپنا فکر کرو کہ تم صحیح رخ پہ رہو، تم کام صحیح کرو، اپنی اصلاح کی، اپنے دین کی، اپنی ذمہ داری کی، اور اپنے اوپر جو اللہ کا حکم ہے اس کی، اور تمہارے سے جو حقوق متعلق ہیں ان کو پورا کرنے کی فکر تم کرو. تم اگر ہدایت پہ قائم رہو گے تو گمراہ آدمی کی گمراہی سے تمہیں کوئی نقصان نہیں پہنچے گا. രായത്തിൽ കൂടി അല്ലാഹു തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസക്കും ലാ യദുറുക്കും മൻ ളല്ല ഇദാ ഇഹ്തദൈതും. അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കിൻ, നിങ്ങളുടെ സ്വന്തം കാര്യം നിങ്ങൾ ശ്രദ്ധിക്കിൻ. ലാ യദുറുക്കും മൻ ളല്ല ഇദാ ഇഹ്തദൈതും. നിങ്ങൾ നിങ്ങളുടെ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഹിദായത്തിൻ്റെ വഴിയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിച്ചു, നിങ്ങൾ ചെയ്യേണ്ട പരിശ്രമങ്ങൾ ചെയ്തു, നിങ്ങൾ പൂർത്തിയാക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിച്ചു. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മറ്റാരുടെയെങ്കിലും കുഴപ്പങ്ങൾ, മറ്റാരെങ്കിലും എന്തെങ്കിലും ചെയ്തു, അല്ലെങ്കിൽ മറ്റാരും അത് അംഗീകരിച്ചില്ല, അല്ലെങ്കിൽ ആ വഴിയിലേക്ക് വന്നില്ല, അവരെന്തെങ്കിലും ചെയ്തു, ഇതിൻ്റെ കുഴപ്പം പിന്നെ നിങ്ങൾക്കുണ്ടാകുകയില്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വഴി, ശരിയായ വഴി തിരഞ്ഞെടുക്കുക. ഇതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. मायूस भी नहीं होना है कि अक्सर लोग गलत रुख पर हैं, हम थोड़े हैं, तो इससे कैसे होगा कि हमें मायूस भी नहीं होना है कि सब करने वाले अल्लाह हैं और अंजाम हक वालों का अच्छा होगा. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. എല്ലാവരും നമ്മൾ പറയുന്ന കേൾക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ പലരും പല കാര്യങ്ങൾ പറയുന്നു, കൂടുതൽ ആളുകൾ എവിടെയാണ്, എന്താണ്, ഇതൊന്നുമല്ല വിഷയം. നമ്മൾ നോക്കേണ്ടത് ശരിയായ മാർഗം അതെന്താണ്, അത് മനസ്സിലാക്കുക, ആ വഴിയിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതല്ലാതെ മറ്റ് ആരുടെയെങ്കിലും എന്തെങ്കിലും സംസാരങ്ങളോ വിഷയങ്ങളോ കാര്യങ്ങളോ ഇത് കാരണമായി നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഒരു കാര്യത്തിലും നമ്മൾ ഹക്കിൻ്റെ വഴിയിൽ, സത്യത്തിൻ്റെ വഴിയിൽ, ശരിയായ വഴിയിൽ അള്ളാഹും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചെന്ന മാർഗത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ മറ്റൊരു കാര്യത്തിലും നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. हक की इब्तिदा कमज़ोरी से और उसकी रफ्तार धीमी होती है, लेकिन अंजाम हक का कामयाबी पर होता है. കാരണം എപ്പോഴും ഹക്കിൻ്റെ ആരംഭം അതെപ്പോഴും ചെറിയ രീതിയിലായിരിക്കും, ചെറിയ ആളുകൾ കുറവായിരിക്കും, ചെറിയ രീതിയിലായിരിക്കും, അതിൻ്റെ വേഗതയും കുറവായിരിക്കും. പക്ഷേ അന്ത്യം വിജയത്തിൽ പോയി എത്താൻ സാധിക്കുന്നതാണ് ഹക്കിൻ്റെ വഴിയിൽ നിന്ന്. जब हुजूर सल्लल्लाहु अलैहि वसल्लम ने मेहनत शुरू फरमाई तो आप अकेले थे, फिर आपके साथ सहाबा जुड़ते चले गए. हज़रत अबू बकर आए, हज़रत खदीजा आई, हज़रत अली आए, हज़रत उस्मान आए, फिर हज़रत उमर आए, और इस तरह धीरे धीरे सहाबा जमा होते रहे. पूरे 13 साल की मेहनत में कितने सहाबा ईमान लाए. जब मदीने मुनव्वरा हुजूर ने हिजरत की, कितने सहाबा थे? बहुत थोड़ी तादाद. बदर में आप तशरीफ ले गए तो बदर में हुजूर के साथ कितने सहाबा थे, और बाकी सहाबा कितने थे? और आप अलैहिस्सलाम ने उम्रा करने गज़वे उहुद में आप तशरीफ ले गए तो आपके साथ कितने थे? 15 साल गुजर गए, कितने थे आपके साथ? और फिर सन 6 हिजरी में आप अलैहिस्सलाम हुदैबिया में तशरीफ ले गए तो आपके साथ कितने सहाबा थे? थोड़ी सी तादाद है, 1500 सहाबा, 1400 सहाबा इकराम की तादाद थी, और जो बाकी रह गए थे वो भी थोड़े से थे. लेकिन इब्तिदा में ये तादाद थोड़ी है, दबे हुए हैं, मगलूब हैं, हालात बिगड़े हुए हैं, तंगियों में हैं, परेशानियों में हैं, लेकिन चंद साल सब्र किया, काम पर अपने जमे रहे, मेहनत अपनी करते रहे, और अल्लाह की राह में जान माल झोंकते रहे, और फिर अल्लाह की ज़ात पर यकीन करके चलते रहे. फिर अल्लाह ने हालात बदले और चंद साल गुजरे थे. 2 साल सन 8 हिजरी में मक्का फतह हुआ. तो फतेह मक्का के मौके पर भी सहाबा की तादाद थोड़ी सी, लेकिन मक्का फतह होने के बाद अल्लाह ने ऐसे दरवाज़ा खोला कि 2 साल का अरसा गुजरा था. 10 हिजरी में हुजूर ने हज्जतुल वदा फरमाया, तो हज्जतुल वदा में 1.25 लाख सहाबा हो गए. चंद हजार कहाँ, और 1 लाख से ज्यादा, 1,20,000 25,000 की तादाद कहाँ. सिर्फ 2-3 साल के अरसे में हजारों की तादाद में ईमान में दाखिल हुए. तो मेरे दोस्तों, हक की इब्तिदा होती ही है नागवारियों से भी, तंगियों से भी, रफ्तार भी धीमी,
انجام اس کا بہتر ہوتا ہے. تو حضور پاک علیہ الصلوۃ والسلام نے امید دلائی ہے ایک وقت آئے گا. چنانچہ ایک مرتبہ حضور محنت کر کے کام کر کے تھک کے گھر تشریف لے آئے. بال غبار آلود ہیں, سر غبار آلود ہیں, داڑھی پر غبار ہے, کپڑوں پر غبار ہے. حضرت فاطمہ رضی اللہ عنہ رحم کھا کے ترس کھا کے آپ علیہ السلام کی داڑھی صاف کر رہے ہیں, بال صاف کر رہی ہیں, کپڑے جھٹک رہی ہیں, آنکھوں سے آنسو بہ رہے ہیں. تو حضور صلی اللہ علیہ وسلم تسلی دلا رہے ہیں کہ اے فاطمہ فکر مت کر, ایک دن آئے گا تیرے باپ کا لایا ہوا یہ دین اللہ پوری دنیا کے ہر کچے پکے مکان میں داخل کر کے رہے گا. حضور نے امید دلائی. تو ہمیں امید لے کے کام کرنا ہے. ہماری ابتدا تنگیوں سے, ناگواریوں سے اور کمزوریوں سے اور دھیمی رفتار سے ہوتی ہے, لیکن کامیابی کا یقین اللہ کے نبی نے دلایا ہے. تو پوری امید لے کے اپنا کام کرتے رہنا ہے. അതുകൊണ്ട് ദീനിൻ്റെ പരിശ്രമം, ഹക്കിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ അവർ വലിയ പ്രതീക്ഷയോടുകൂടി പരിശ്രമിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്തിൻ്റെ ഉത്തരവാദിത്തത്തോടുകൂടി ജനങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. ആരും അംഗീകരിക്കാൻ തയ്യാറായില്ല. പക്ഷേ പിന്നെ പതുക്കെ വളരെ ചെറിയ ഒരു വേഗതയായിരുന്നു. കുറച്ച് ആളുകൾ, ചില വ്യക്തികൾ വന്നു. ഫാത്തിമ റളിയല്ലാഹു, ഹദരത്ത് ഖദീജ റളിയല്ലാഹു തആല അൻഹ, അലി തബൂക്ക് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഇങ്ങനെ കുറച്ച് സഹാബാക്കൾ വന്നു. 13 വർഷം പരിശ്രമിച്ചിട്ട് ഹിജ്റ ചെയ്തു. അപ്പോഴും കുറച്ച് ആളുകളേ ഉള്ളൂ. കഴിഞ്ഞ് ബദറിൻ്റെ അവസ്ഥയിൽ 300 ചില്ലുവാനും പേര് കൂടെയുള്ളൂ. ഉഹദിൽ കുറഞ്ഞ സഹാബാക്കൾ. അതിനുശേഷം പിന്നെയും പല യുദ്ധങ്ങൾ നടന്നു, പല അവസ്ഥകളുണ്ടായി. ഖന്തക്കിൻ്റെ അവസ്ഥയുണ്ടായി. ഇതെല്ലാ സന്ദർഭങ്ങളും വളരെ ബലഹീനമായ അവസ്ഥയാണ്, കുറഞ്ഞ അവസ്ഥയാണ്. അവസാനം 8-ാമത്തെ വർഷം, ഹിജ്റത്തിന് ശേഷം 8-ാമത്തെ വർഷം മക്കം ഫത്തഹ് സംഭവിച്ചു. അവിടെ ഒരു വിജയമുണ്ടായി. ആ സമയത്തും വലിയ എണ്ണമില്ല. പിന്നെ അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ഹജ്ജത്തുൽ വദായിൽ വെച്ച് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് വേണ്ടി പോയപ്പോൾ 100,000 ചില്ലുവാനും സഹാബാക്കൾ കൂടെ ഉണ്ടായിരുന്നു. ആരംഭത്തിൽ ചെറിയ വേഗതയായിരുന്നു, കുറച്ചാളുകളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഉറച്ചു നിന്നു, ദീനിൻ്റെ പരിശ്രമം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായങ്ങൾ വന്നു, വിജയം വന്നു. അതുകൊണ്ട് ദീനിൻ്റെ പരിശ്രമത്തിൻ്റെ വഴിയിൽ, ദീനിൻ്റെ വഴിയിൽ നമ്മൾ നിൽക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആ വഴിയിൽ ഉറച്ചു നിൽക്കുക, വലിയ പ്രതീക്ഷകൾ വയ്ക്കുക, നിരാശയില്ല. ഈ പരിശ്രമത്തിൽ, ദീനിൻ്റെ വിഷയത്തിൽ പ്രതീക്ഷകളോടുകൂടി പരിശ്രമിക്കേണ്ടതാണ്. ഒരു പ്രാവശ്യം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക മുക്കറമയിൽ ആരംഭ കാലഘട്ടത്തിൽ ഓരോരുത്തരുടെ അടുത്ത് പോകുമായിരുന്നു. ഓരോ സ്ഥലത്ത് പോയി അവരെ ദഅവത്ത് ചെയ്യുമായിരുന്നു. ആരും കേൾക്കുകയില്ല, ആരും സംസാരിക്കുകയില്ല, ആരും മറുപടി പറയുകയില്ല. ചിലരൊക്കെ വളരെ മോശമായി പെരുമാറി. തങ്ങളങ്ങനെ വീട്ടിൽ വന്നപ്പോൾ തങ്ങളുടെ താടി, ശരീരം, വസ്ത്രമെല്ലാം പൊടിപടലങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. തങ്ങളുടെ മകൾ വന്ന് വാപ്പായുടെ അവസ്ഥ കണ്ടപ്പോൾ അവർക്കും വലിയ വിഷമം വന്നു. അവർ ആ പൊടിയെല്ലാം മാറ്റി ആ മുഖമെല്ലാം കഴുകാനുള്ള വെള്ളമെല്ലാം കൊണ്ടുവന്ന് കൊടുത്തു. അവർക്ക് വലിയ വിഷമം തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം മകള് വാപ്പായുടെ അവസ്ഥ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തങ്ങൾ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നിന്റെ പിതാവിൻ്റെ, നിന്റെ വാപ്പായുടെ ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വീടുകളിലേക്കും എത്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുമെന്ന് പറയുകയുണ്ടായി. അപ്പം അതുകൊണ്ട് ഈ പരിശ്രമം, ദീനിൻ്റെ വഴിയിൽ, ദീനിൻ്റെ പരിശ്രമം എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷകളുടെ വഴിയാണ്. പക്ഷേ ഹക്കിൻ്റെ വഴിയിൽ നിൽക്കുമ്പോൾ എല്ലാം പെട്ടെന്ന് വലിയ വിജയം അല്ലെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഹക്കിൻ്റെ എപ്പോഴും തുടക്കം ചെറിയ രീതിയിലുള്ള തുടക്കങ്ങളായിരിക്കും, എപ്പോഴും ചെറിയ രീതിയിലുള്ള വേഗതയായിരിക്കും. പക്ഷേ വലിയ പ്രതീക്ഷയോടുകൂടി ഉറച്ചു നിന്ന് പരിശ്രമിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അവസാനം, അന്ത്യം വലിയ വിജയത്തിലും വലിയ ഉയർന്ന അവസ്ഥയിലും ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചേർക്കുന്നതാണ്. तो मैं अर्ज कर रहा था कि हालात देख के चलना नहीं है. ईमान वाला हालात देख के नहीं चलता, हुक्म देख के चलता है. अगर हालात देखेंगे तो हम धोखा खा जाएंगे, क्योंकि नाफरमानों के हालात अच्छे हैं, फरमाबरदारों के हालात बिगड़े हुए हैं. अल्लाह ताला ने कुरान मजीद में इन दोनों को कंपेयर करके पेश किया है, कंपेयर करके बयान किया, मुवाजना करके अल्लाह ने पेश किया है कि देखो दोनों के हालात पे गौर करो, और गौर करके ये ना समझो कि नाफरमानों के अगर हालात अच्छे हैं तो अल्लाह उनसे राजी है, ये ना समझो. और अगर फरमाबरदारों के हालात बिगड़े हुए हैं तो ये बदजनी न पैदा करो अल्लाह से कि अल्लाह इनसे नाराज है इसलिए इनके हालात अल्लाह ने बिगाड़ दिया. कि नहीं, दुनिया नाफरमानों के लिए तो आखिरत है ही नहीं,
ان کے لیے جو کچھ ہے وہ دنیا ہی دنیا ہے، تو اور اللہ سب کچھ ان کو دنیا میں دے کے نمٹا دینا چاہتا ہے، اور فرما برداروں کے لیے جو کچھ ہے وہ آخرت میں ہے۔ فرما برداروں کو اگر دنیا میں نہیں مل رہا ہے تو یہ اچھی بات ہے، فرما برداروں کے اگر دنیا کے حالات اگر خراب ہیں تو یہ اچھی چیز ہے، کیونکہ اللہ یہ چاہتا ہے کہ ان کو ان کا بدلہ ان کا پورا پورا آخرت میں دے، دنیا میں ان کی نیکیوں کا اور ان کے عملوں ان کی محنت کا بدلہ نہ دے، اللہ یہ چاہتے ہیں۔ تو یہ تو اچھی بات ہوئی، یہ تو اچھی بات ہوئی کہ اگر فرما برداروں کے حالات دنیا کے اعتبار سے تنگ ہیں تو یہ تو اچھی بات ہوئی کہ اللہ چاہتا ہے کہ ان کی محنتوں کا بدلہ پورا پورا ان کو آخرت میں ملے، تو یہ تو اچھی بات ہوئی۔ تو ہمیں اللہ سے تو ایسے موقع پر خوش گمان ہونا چاہیے، حسن ظن رکھنا چاہیے، بدگمان نہیں ہونا چاہیے۔ അതുകൊണ്ട് അവസ്ഥകളെ നോക്കി നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റത്തില്ല. അവസ്ഥകൾ നല്ലതാണ്, അനുകൂലമാണ്, അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടുന്നു അല്ലെങ്കിൽ അത് ചെയ്യുന്നു. അതിനെ അടിസ്ഥാനമാക്കി അതാണ് ശരി തെറ്റ്, ഇത് അവസ്ഥകളെ നോക്കി നമുക്ക് തീരുമാനിക്കാൻ പറ്റുകയില്ല. നമുക്ക് എപ്പോഴും തീരുമാനിക്കാൻ പറ്റുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനകളും അവൻ്റെ ദീൻ, ആ ദീനിനെ നോക്കിയേ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. കാരണം അവസ്ഥകൾ എപ്പോഴും ദീൻ അനുസരിച്ച് ജീവിക്കുന്നവർ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തീകരിക്കുന്നവർ അവർക്ക് അനുകൂലമായിരിക്കും, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനെതിരെ പ്രവർത്തിക്കുന്നവർ അവർക്ക് പ്രതികൂലമായിരിക്കും. ഇതൊരിക്കലും സംഭവിക്കുന്നതല്ല. ചിലപ്പോൾ അധികം സംഭവിക്കുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് എതിരായിട്ട്, ദീനില്ലാതെ ദീനിന് എതിരായിട്ട് ജീവിക്കുന്നവർ അവർക്കായിരിക്കും അനുകൂലമായ അവസ്ഥകൾ. പക്ഷേ ദീനനുസരിച്ച് ജീവിക്കുന്നവർ അവർക്ക് പരീക്ഷണങ്ങളുണ്ടാവും, അവർക്ക് ചിലപ്പോൾ അവസ്ഥകൾ അത്ര അനുകൂലമായിരിക്കുകയില്ല, ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇതാണ് സാധാരണ കാണുന്നത്. അപ്പോൾ അവസ്ഥകളെ നോക്കിക്കൊണ്ട് ഒരിക്കലും തീരുമാനമെടുക്കാൻ പറ്റുകയില്ല. മനുഷ്യൻ അവസ്ഥയെ നോക്കിയിട്ട് അനുകൂലമായ അവസ്ഥയാണ് അതുകൊണ്ട് അത് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ കൂടാം, ഇതല്ല തീരുമാനമെടുക്കുന്നതിൻ്റെ മാനദണ്ഡം. തീരുമാനമെടുക്കേണ്ടത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എന്താണ്, അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗം എന്താണ്, അതിനെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. കാരണം പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്, ഈ ലോകത്തെ ചരിത്രത്തിൽ നോക്കിയാലും അല്ലാതെ നോക്കിയാലും അള്ളാഹുവിൻ്റെ ദീനിന് എതിരായി വിരുദ്ധമായി ജീവിക്കുന്ന ആളുകൾ അവരുടെ അവസ്ഥകളായിരിക്കും നല്ലത്. എന്നാൽ ചിലപ്പോൾ അള്ളാഹു തആല എന്ത് ചെയ്യും, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈമാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് അവർക്ക് വലിയ വിശാലതയും വലിയ ഇത് കൊടുക്കുകയില്ല. കാരണം എന്താ, അവർക്ക് ആഖിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. അവർക്ക് ആഖിറത്തിലെ വിശാലത, ആഖിറത്തിലെ വിജയം. അപ്പം അതുകൊണ്ട് ഇവിടെ വലിയ വിശാലതയും വലിയ അനുകൂലമായ അവസ്ഥകളൊന്നും മുഅ്മിനീങ്ങൾക്കുണ്ടാകത്തില്ല. മുഅ്മിനീങ്ങൾക്ക് ആഖിറത്തിൽ അള്ളാഹു തആല കൊടുക്കുക. ഇതെല്ലാം അള്ളാഹു തആല അവർക്ക് വേണ്ടി ചെയ്യുന്ന ഗുണമാണ്, അവരുടെ ഗുണത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവസ്ഥകളെ നോക്കി തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം ദീനിനെ നോക്കി നമ്മൾ തീരുമാനമെടുക്കുക, അത് മനസ്സിലാക്കി അതിൽ ഉറച്ചു നിൽക്കുക, ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. देखो कुरान पाक में गौर करें, अल्लाह ताला ने फरमाया नाफरमानों के बारे में, फलम्मा नसू मा दुक्किरू बिही फतहना अलैहिम अब्वाब कुल्लि शै, फलम्मा नसू मा दुक्किरू बिही फतहना अलैहिम अब्वाब कुल्लि शै। नाफरमानों के बारे में अल्लाह ताला ने फरमाया कि जब उन लोगों को नसीहत की गई उन बातों की, जिन बातों की नसीहत की गई थी, उन बातों को जब उन्होंने भुला दिया, नाफरमानी पर उतर आए, सरकशी पर उतर आए और अल्लाह के हुक्मों को तोड़ने पर उतर आए और सारी वो बातें जिसकी नसीहतें की गई थी सबको भुला दिया, तो फिर क्या हुआ? अल्लाह फरमाते हैं उसका अंजाम यह हुआ कि अल्लाह ने दुनिया की हर चीज का दरवाजा उनके ऊपर खोल दिया, हर चीज का दरवाजा खोल दिया, मुल्क का, माल का, दौलत का, इज्जत का, राहत का, खुशियों का, साजो सामान का, सारे असबाब दुनिया के राहतों के अल्लाह ने उनके ऊपर खोल दिए। अब उनके हालात अच्छे हो गए, हालांकि नाफरमानी पर उतर आए थे, खुदा के हुक्मों को तोड़ा था और अल्लाह की नसीहतों को और अल्लाह के हुक्मों को भुलाया था, दीन को पसेपुश डाला था, लेकिन अल्लाह ने उनके हालात अच्छे बना दिए। और फिर ईमान वालों के बारे में अल्लाह ने बयान किया, फरमाया कि वलौ अन्ना अहलल कुरा आमनु वत्तक़ौ लफतहना अलैहिम अब्वाब कुल्लि लफतहना अलैहिम बरकातिम मिनस समाई वल अर्द। अगर किसी बस्ती वाले ईमान ले आए, तकवा इख्तियार करें, तो उनके साथ वादा है इस बात का कि अल्लाह पाक उनके ऊपर बरकतों के दरवाजे खोलेंगे,
हजरत मौलाना उमर साहब पालनपुरी रहमतुल्लाह अलैह इन दोनों आयतों को पेश करके फरमाते थे कि देखो, फर्मा बरदारों के साथ अल्लाह ने चीजों के खोलने का वादा नहीं किया, दुनिया के हालात अच्छे बनाने का वादा नहीं किया कि तुम्हारे दुनिया के हालात अच्छे हो जाएंगे, चीजें मिल जाएंगी, मुल्क मिलेगा, माल मिलेगा, राहतें मिलेंगी, इज्जतें मिलेंगी, खुशियां मिलेंगी। अल्लाह ने ये वादा नहीं किया, बल्कि उनसे वादा किया बरकतों का कि तुम्हें बरकतें मिलेंगी। तो इसका मतलब ये है कि चीजें नहीं मिलेंगी, जाहिरी हालात अच्छे नहीं होंगे, लेकिन जिंदगियों में बरकतें मिल जाएंगी। और इनके बारे में अल्लाह ने सुना दिया कि जब इन्होंने अपने अमाल बिगाड़े तो अल्लाह ने इनकी दुनिया बनाई। तो देखिए, दोनों को सामने रखने से मालूम हुआ, नाफरमानों की नाफरमानी से उनकी दुनिया बिगड़ी नहीं बल्कि दुनिया बन गई, और फर्मा बरदारों की फर्मा बरदारी से इनकी दुनिया बनी नहीं बल्कि दुनिया बिगड़ी, बरकतें मिली। तो ये कंपेयर करके समझाया है कि ईमान वालों को समझ लेना चाहिए कि हमारी मेहनतों के बदले में हमारी दुनिया अच्छी हो जाए, हमें इसकी तमन्ना नहीं करना है, बल्कि दुनिया के बिगड़ जाने पर भी हमें अल्लाह से खुशगुमान रहना है, उम्मीद रखना है कि अल्लाह पाक हमारे हालात आखिरत के अच्छे बनावेगा। कि अल्लाह ने दुनिया के हालात अच्छे बनाने का वादा नहीं किया है, आखिरत अच्छी बनाने का वादा किया है। ഈ ആയത്തിൽ അല്ലാഹു തആല രണ്ടായത്തുകൾ പറഞ്ഞു. ഈ രണ്ടായത്തുകളിൽ രണ്ട് കൂട്ടം ആളുകളുടെ അവസ്ഥകളെക്കുറിച്ച് അല്ലാഹു തആല പറയുകയാണ്. അവരോട് അല്ലാഹു തആല എങ്ങനെയാണ് പെരുമാറുന്നത്? ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ. അള്ളാഹുവിനെ മറന്ന് ജീവിച്ച ആളുകൾ, അള്ളാഹുവിനെ അനുസരിക്കാതെ അള്ളാഹുവിനെ അറിയാതെ മറന്ന് ജീവിച്ച ആളുകൾ, അവരെക്കുറിച്ച് അല്ലാഹു തആല പറയുന്നു, ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി, അവരോട് പറയപ്പെട്ട കാര്യങ്ങൾ അവർ മറന്നു കളഞ്ഞപ്പോൾ, അവർ ദീനിനെ മറന്നു, അള്ളാഹുവിനെ മറന്നു, അള്ളാഹുവിൻ്റെ ദീനിനെ മറന്നു, അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ, അള്ളാഹു തആല പറയുകയാണ്, നാം അവർക്ക് ദുനിയവിയായ വസ്തുക്കളുടെ വാതിലുകൾ തുറന്നു കൊടുത്തു. അവർക്ക് വസ്തുക്കൾ ധാരാളം കൊടുത്തു. പിന്നീട് അവരെ പിടിക്കപ്പെട്ടു. അതിൻ്റെ ആയത്തിൽ പിന്നീട് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ അവരെക്കുറിച്ച് പറയുന്നത്, അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ നിന്നും മാറി ജീവിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നു, അവരങ്ങനെ മതിമറന്ന് ജീവിക്കുമ്പോൾ അല്ലാഹു തആല അവർക്ക് ഭൗതികമായ വസ്തുക്കൾ കൂടുതൽ കൊടുക്കുന്നു. എന്നാൽ മുഅ്മിനീങ്ങളുടെ കാര്യം പറയുന്ന സമയത്ത് അല്ലാഹു തആല പറയുന്നു, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാ വൽ അർദ്. ഒരു നാട്ടുകാരായ ആളുകൾ, ഒരു ഗ്രാമവാസികൾ, ഒരു നാട്ടുകാർ, അവർ ഈമാനും തഖ്വായും ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു നാട്ടുകാർ അവരിൽ ഈമാനും തഖ്വായും ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ മേൽ ബർക്കത്തുകളുടെ വാതിലുകൾ അല്ലാഹു തആല തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞു. അവിടെ വസ്തുക്കളുടെ വാതിലല്ല പറഞ്ഞത് അല്ലാഹു തആല, രണ്ട് രീതിയിലാണ് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത്. മൗലാന ഉമർ സാഹിബ് റഹ്മത്തുള്ളാഹി, മൗലാന ഉമർ പാലംപുരി റഹ്മത്തുള്ളാഹി തആല അലൈഹി, അദ്ദേഹം ഈ ആയത്തിനെ പറഞ്ഞിട്ട് ഈ വിഷയം പറയുമായിരുന്നു. അതായത് ഈമാനുള്ളവർ, അള്ളാഹുവിന് ഈമാനും തഖ്വയുമുള്ളവർ, അവരുടെ ഈമാൻ്റെ തഖ്വയുടെ അടിസ്ഥാനത്തിൽ അല്ലാഹു തആല അവർക്ക് ബർക്കത്ത് കൊടുക്കും അവരുടെ ജീവിതത്തിൽ. അല്ല വസ്തുക്കൾ കൊടുക്കുകയില്ല. ചിലപ്പോൾ വസ്തുക്കൾ കുറവായിരിക്കും, പരീക്ഷണങ്ങളായിരിക്കും, പക്ഷെ ഉള്ളതിൽ ബർക്കത്ത് കൊടുക്കും. ആഖിറത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് അവർക്ക് വേണ്ടി ചെയ്തത്. അവരുടെ യഥാർത്ഥ വാഗ്ദാനം ആഖിറത്തിലാണ്. പക്ഷേ ഈ ലോക ജീവിതത്തിൽ ശരിയായ തഖ്വയുള്ളവരുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവും, അത് വേറെ വിഷയം. പക്ഷേ വസ്തുക്കൾ കൂടുതൽ ഉണ്ടാവണമെന്നില്ല. അവസ്ഥകളെല്ലാം ഭയങ്കര അനുകൂലവും ഭയങ്കര സമ്പത്തും സൗകര്യമെല്ലാം ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഉള്ള അവസ്ഥയിൽ അല്ലാഹു തആല അവർക്ക് ബർക്കത്ത് ചെയ്തു കൊടുക്കും. പക്ഷേ ഇതല്ലാത്ത മറുഭാഗത്തുള്ള ആളുകൾ, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർ, അള്ളാഹുവിനെ മറന്ന് ജീവിതം കഴിച്ചു കൂട്ടുന്നവർ, അവർക്ക് അല്ലാഹു തആല വസ്തുക്കൾ ധാരാളം കൊടുക്കും. ഇതാണ് അല്ലാഹു തആല ഈ ലോകത്ത് അവർ ചെയ്യുന്ന, അവൻ്റെ അടിമകളോട് ചെയ്യുന്ന പെരുമാറ്റത്തിൻ്റെ രീതി അതാണ്. രണ്ട് അവസ്ഥകളും വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് മുഅ്മിനീങ്ങൾ എപ്പോഴും അവസ്ഥകളെ നോക്കിയല്ല തീരുമാനങ്ങൾ എടുക്കേണ്ടത്. മുഅ്മിനീങ്ങൾ എപ്പോഴും അള്ളാഹുവിലേക്ക് നോക്കി, അള്ളാഹുവിൻ്റെ കൽപ്പനകളിലേക്ക് നോക്കി, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനെ നോക്കി, അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളെ മുമ്പിൽ വെച്ച്, ആഖിറത്തിൻ്റെ ജീവിതത്തെ മുമ്പിൽ വെച്ച്, അവിടുത്തെ വാഗ്ദാനങ്ങളെ മുമ്പിൽ വെച്ചാണ് മുഅ്മിനീങ്ങൾ തീരുമാനം എടുക്കേണ്ടത്. ആ രീതിയിൽ ഉറച്ചു നിൽക്കേണ്ടത്. അതാണ് എപ്പോഴും അന്ത്യത്തെ നോക്കുമ്പോൾ അവസാനത്തെ വിജയം, ഈ ലോകത്തുള്ള അവസാനത്തെ വിജയം, ആഖിറത്തിലെ വിജയം, ഇതെല്ലാം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കിട്ടുന്നത്, അവസ്ഥകളുടെ അടിസ്ഥാനത്തിലല്ല. इसलिए मेरे दोस्तों भाइयों, हमें ये फिक्र करना है और नियत करना है कि इंशाअल्लाह हम अपना काम सही तरतीबों पर करते रहेंगे. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കേണ്ടത് എന്താണ്?
നമ്മൾ ദീനിൻ്റെ പരിശ്രമം, നമ്മൾ ചെയ്യേണ്ട ജോലി അത് ശരിയായ രീതിയിൽ ആ പരിശ്രമം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട തീരുമാനം. അതാണ്. हालात को देख के इधर उधर हमें झुकना नहीं है. അവസ്ഥകളെ നോക്കി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകൽ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കലല്ല, നമ്മൾ നമ്മുടെ പരിശ്രമത്തെ മുമ്പിൽ വെച്ച് അതിനെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. अपना काम जैसे बताया जाए, जो उसूल बताए जाए, जो काम का नहेज बताया जाए, उस नहेज पर आंख बंद कर अपने आप को चलाते रहना है. അതുകൊണ്ട് നമ്മളോട് പറയപ്പെടുന്ന കാര്യം അതെന്താണോ നമ്മൾ മനസ്സിലാക്കി, പറയപ്പെടുന്ന കാര്യങ്ങൾ, നമ്മളോട് നിർദ്ദേശിക്കപ്പെടുന്ന കാര്യങ്ങൾ, അതിനെ നമ്മൾ മുമ്പിൽ വെച്ച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. इंशाअल्लाह नतीजा सही निकलेगा. ഇൻഷാ അല്ലാഹ് ആ ശരിയായ വഴിയിൽ നമ്മൾ നിന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലവും തീർച്ചയായിട്ടും നല്ല ഫലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. और अल्लाह सबको हक पर जमाएगा. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കുമ്പോൾ ആളുകളെ ഹക്കിലേക്ക് കൊണ്ടുവരും അല്ലാഹു സുബ്ഹാനഹു വ തആല. हुजूर का वादा है कि इन्नल्लाह ला यजमउ उम्मती अला दलालतिन, कि अल्लाह मेरी उम्मत को गुमराही पर जमा होने नहीं देगा. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സംരക്ഷണമുണ്ട്. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ മൊത്തം വഴികേടിലേക്ക്, ദീനില്ലായ്മയിൽ നിന്നേക്ക് അല്ലാഹു തആല വിട്ടുകളയത്തില്ല. എപ്പോഴും ദീനിൻ്റെ ഹക്കിൻ്റെ വഴിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉറച്ചു നിർത്തും. इसलिए अपना काम अपने बड़ों की बताई हुई तरतीबों पर, बड़ों के बताए हुए उसूलों पर, बड़ों के मशवरे के ताबे होकर खामोशी से करते रहना है और अल्लाह से उम्मीद रखना है कि अल्लाह हमारा नतीजा सही निकालेगा. അതുകൊണ്ട് നമ്മളോട് പറയപ്പെടുന്ന കാര്യങ്ങൾ, നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടവർ നമുക്ക് തരുന്ന നിർദ്ദേശങ്ങൾ, അത് മനസ്സിലാക്കി നമ്മൾ ആ പരിശ്രമത്തെ ശരിയായി പരിശ്രമത്തെ മുമ്പിൽ വെച്ച് അതിനെ നോക്കി അതിനെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വഴിയിൽ നമ്മൾ ഉറച്ചു നിന്ന് പരിശ്രമിക്കുമ്പോൾ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഫലങ്ങൾ, പ്രയോജനങ്ങൾ, പ്രതിഫലങ്ങൾ വലിയതായിരിക്കും നമുക്ക് കിട്ടുന്നത്. इसलिए हमें काम को समझना है और समझ कर काम को आगे लेके चलना है. അതുകൊണ്ട് പരിശ്രമത്തെ നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ ആഴങ്ങൾ, അതിനെ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ പരിശ്രമിക്കൽ ആവശ്യമാണ്. हज़रत मौलाना इब्राहिम साहब फरमाते हैं, जो समझ कर करेगा, जो काम को समझेगा वो समझ कर करेगा, और जो काम को बेसमझे लेगा, बेसमझे छोड़ देगा. മൗലാന ഇബ്രാഹിം സാഹിബ് അദ്ദേഹം പറയാറുണ്ട്, ആര് ഈ പരിശ്രമത്തെ മനസ്സിലാക്കി ചെയ്യുമോ ആ മനസ്സിലാക്കി ചെയ്താൽ ആ മനസ്സിലാക്കി അതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. പക്ഷെ മനസ്സിലാക്കാതെ, ഇതിൻ്റെ പരിശ്രമത്തെ മനസ്സിലാക്കാതെ ചുമ്മാതെ അതിനെ മനസ്സിലാക്കാതെ ചെയ്താൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മനസ്സിലാക്കാത്ത രീതിയിൽ അതിനെ വിട്ടുകളയും കൂടെ ചെയ്യും. കാരണം അതിനെ മനസ്സിലാക്കിയിട്ടില്ല. ചില സന്ദർഭങ്ങളിൽ ചെയ്തു, പിന്നെ വിട്ടുകളഞ്ഞു. പക്ഷെ ആര് മനസ്സിലാക്കി ചെയ്യുമോ അവർ ഉറച്ചു നിൽക്കും പരിശ്രമത്തിൽ. तबलीग व दावत का ये काम नाजुक उसूलों पर कायम है. अगर हम भी उसूलों पर चलेंगे तो काम पर जमेंगे, उसूलों से हटेंगे तो उखड़ जाएंगे. അതുകൊണ്ട് ഈ പരിശ്രമം എന്ന് പറയുന്നത് ഇത് ഒരു തർത്തീബിൽ, ഒരു ഉസൂലോട് കൂടിയാണ് ഈ പരിശ്രമം മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ തർത്തീബ്, അതിൻ്റെ ഉസൂലുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഉസൂലിനെ മനസ്സിലാക്കി അതിനെ ശ്രദ്ധിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ആ പരിശ്രമം ചെയ്താൽ ഇൻഷാ അല്ലാഹ് അതിൽ വലിയ പുരോഗതി, നമുക്കും ഈ പരിശ്രമത്തിനെല്ലാം പുരോഗതി ഉണ്ടായിത്തീരും. सन 1988 में 1988 में साउथ अफ्रीका के पुराने आए हुए थे, तो वहाँ हज़रत मौलाना इब्राहिम साहब, मौलाना बलियावी साहब, मौलाना उबैदुल्लाह साहब बलियावी रहमतुल्लाह अलैह ने उनके पुरानों में काम के उसूल बयान फरमाए कि हमारे काम की बुनियादें क्या हैं. तो उसमें 14 बातें बताई. ये 14 बातें हमारे काम की बुनियादें हैं कि इन बुनियादों पर हम अपना काम करेंगे. നിസാമുദ്ദീനിൽ 1988 സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന സന്ദർഭത്തിൽ മൗലാന ഉബൈദുല്ലാ സാഹിബ് ബലിയാവി അദ്ദേഹം വഫാത്തായിപ്പോയി. അദ്ദേഹം അവർക്ക് ദീനിൻ്റെ പരിശ്രമത്തെക്കുറിച്ച്, സൗത്ത് ആഫ്രിക്കയിൽ നിന്നും വന്ന ഉത്തരവാദിത്തപ്പെട്ടവരിൽ അവരോട് ദീനിൻ്റെ പരിശ്രമം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമ്പോൾ പറയുണ്ടായി, ഒരു പല കാര്യങ്ങൾ, ഈ പരിശ്രമത്തിൻ്റെ ചില ഉസൂലുകളുണ്ട്, ചില അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഒരു 14 വിഷയങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയുണ്ടായി പരിശ്രമത്തിൻ്റെ ഉസൂലുകളെ കുറിച്ച്. वो थोड़ी थोड़ी सी याद है, वो भी आपको सुना देंगे. അതിൽ ചിലതൊക്കെ ഓർമ്മയുണ്ട്, ഞാനത് വായിച്ചത്, അത് പറയാം ചില കാര്യം. फरमाया कि हमारे काम का मिजाज ये है कि हमारे काम में इजमाल है, तफसील नहीं है. नंबर 1. ഒന്നാമത്തെ വിഷയം, നമ്മുടെ ഈ പരിശ്രമത്തിൽ മൊത്തമായിട്ടുള്ള ദീനിൻ്റെ വിഷയങ്ങളാണ്, അതിൻ്റെ വിശദീകരണങ്ങളില്ല, ഓരോ ശാഖകളിലേക്കുള്ള വിശദീകരണങ്ങളിലേക്കുള്ള പോക്കില്ല. ദീനിൻ്റെ പൊതുവായ കാര്യങ്ങളാണ് ഈ പരിശ്രമത്തിൽ പറയപ്പെടുന്നതും അതിൽ ചെയ്യപ്പെടുന്നതും. यानी काम में
जो तौहीद है, रिसालत है और आखिरत है, उसकी इजमाली बातें बयान करेंगे, तफसीलात में और गहराई में नहीं जाएंगे. ഉദാഹരണത്തിന് ആഖിറത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും തൗഹീദിൻ്റെ വിഷയങ്ങളാണെങ്കിലും അള്ളാഹുവിൻ്റെ ഏകത്വം ഇതുപോലുള്ള കാര്യങ്ങൾ, ദീൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ പൊതുവായ മൊത്തമായ കാര്യങ്ങൾ പറയും. അതിൻ്റെ വിശദീകരണങ്ങൾ ഇൽമിയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ശാഖാപരമായ വിഷയങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കാര്യങ്ങൾ അതിലേക്ക് പോകത്തില്ല. മൊത്തമായ കാര്യങ്ങളായിരിക്കും ഈ ദീനിൻ്റെ പരിശ്രമത്തിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയപ്പെടുന്നത്. दूसरा फरमाया कि हमारे काम का मिजाज कदम है, कलम नहीं है. मेहनत है, चल फिर के मेहनत करना है और लिख लिख करके बात को पहुंचा देना, ये हमारे काम का मिजाज नहीं. चल फिर के मेहनत करना है. പിന്നെ പറഞ്ഞു ഈ പരിശ്രമത്തിൻ്റെ ഒരു രീതി, ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പരിശ്രമമാണ്. അതായത് കാലെടുത്ത് വെച്ച് നിന്ന് പരിശ്രമിച്ച് പുറപ്പെട്ട് ഉള്ള പരിശ്രമമാണ്. ഇത് എഴുതി പറഞ്ഞ് അല്ലെങ്കിൽ എഴുതി കൊടുത്തുള്ള ഒരു പരിശ്രമമല്ല. കാര്യങ്ങൾ, ദീൻ്റെ വിഷയങ്ങൾ എഴുതി ആളുകളിലേക്ക് എത്തിക്കുക, അതിൻ്റെ ഒരു രീതിയല്ല ഈ പരിശ്രമത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഇത് ഇറങ്ങിയുള്ള പരിശ്രമമാണ്, പ്രവർത്തിച്ചുള്ള പരിശ്രമമാണ്. तीसरा फरमाया इस्तितार है, इश्तिहार नहीं है. इस्तितार के माने छुपना है. काम करो, खामोशी से करो. इश्तिहार नहीं है कि शोहरत देते रहें, तशहीर करते रहें कि नहीं, काम करना है और चुपके चुपके से मेहनत करनी है. शोहरत देना और उसका इश्तिहार छापना, ये हमारे काम का मिजाज नहीं है. പിന്നെ ഈ പരിശ്രമത്തിൻ്റെ സ്വഭാവം രീതി എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്രസിദ്ധി കൊടുത്ത് ആളുകളെ പ്രസിദ്ധീകരണം ചെയ്ത് അല്ലെങ്കിൽ പ്രസിദ്ധപ്പെടുത്തി ചെയ്തുള്ള പരിശ്രമമല്ല. ഇത് പരിശ്രമം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ അതിനെ കാണിച്ച് അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അല്ലെങ്കിൽ അതിനെ പ്രസിദ്ധിപ്പെടുത്തിയുള്ള രീതിയല്ല. ഇത് പരിശ്രമം ചെയ്യുക എന്നുള്ളത് മാത്രമാണുള്ളത്. चौथे फरमाया कि तबशीर है, तनफीर नहीं है. बशारत सुना के उम्मत को करीब करो और नफरतें मत पैदा करो, नफरतें मत दिलाओ कि उम्मत दूर हो जाए. പിന്നെ ഈ പരിശ്രമത്തിൻ്റെ രീതി എന്താന്ന് പറഞ്ഞു, തബ്ഷീർ, അതായത് നല്ല തർഗീബ്. തബ്ഷീർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നല്ല കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ ആകർഷിക്കുക, ഇതിലുള്ള ഗുണങ്ങൾ. അല്ലാതെ പേടിപ്പിച്ച് അല്ലെങ്കിൽ ആളുകളെ അകറ്റി അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ ഭയപ്പെടുത്തി ആ രീതിയിലുള്ള പരിശ്രമമല്ല. ഇത് ആളുകളെ അടുപ്പിക്കാനുള്ള, സന്തോഷ വാർത്തകൾ അറിയിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ അടുപ്പിക്കാനുള്ള പരിശ്രമമാണ്. ആളുകളെ ദൂരത്തോട്ടാക്കുന്ന പരിശ്രമമല്ല. पांचवा फरमाया दिल है, दिमाग नहीं है. हमारे काम का मिजाज दिल है, दिमाग नहीं है. ये आदमी दिमागी प्लानों से काम कर लेगा कि दिमागी प्लानों से काम नहीं करेगा, दिल के दर्द से काम होता है. പിന്നെ പറഞ്ഞു ഈ പരിശ്രമത്തിൻ്റെ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കയറ്റിക്കൊണ്ടുള്ള പരിശ്രമമാണ്. അല്ല വെറും ആലോചിച്ച് ചിന്തിച്ച് ആ ചിന്ത കൊണ്ട് മാത്രം പ്ലാൻ ചെയ്തൊരു കാര്യമല്ല, പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു പരിശ്രമമല്ല. നേരെ മറിച്ച് ഈ പരിശ്രമത്തെ നമ്മുടെ ഉള്ളിലേക്ക് എടുത്ത് ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട് ചെയ്യുന്ന പരിശ്രമമാണെന്ന് പറഞ്ഞു. नंबर 6 ये फरमाया कि जान है, माल नहीं है. यानी इस काम में तो जान खपा के उम्मत को उठाना है, जान खपा के उम्मत को दीन पर लाना है, अपने को दीन पर लाना है. माल खर्च करके, जान बचाकर माल लगाए आदमी, उससे दीन ऊपर नहीं आएगा. പറഞ്ഞു. പിന്നെ ഒരു കാര്യം പറഞ്ഞു, ഈ പരിശ്രമത്തിൻ്റെ അടിസ്ഥാനം മനുഷ്യൻ്റെ സ്വന്തം അധ്വാനവും പരിശ്രമവുമാണ്. അല്ല മനുഷ്യൻ്റെ സമ്പത്തല്ല അടിസ്ഥാനം. പറഞ്ഞാൽ കാശ് കൊടുത്ത് കാര്യം നടത്തുക, പരിശ്രമം നടത്തുക, അതല്ല ഇതിൻ്റെ. അത് സ്വന്തം നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ പരിശ്രമം കൊണ്ട്, നമ്മുടെ അധ്വാനം കൊണ്ട് പരിശ്രമം ചെയ്യലാണ്. അല്ലാതെ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശ്രമം ചെയ്യല്ല. സമ്പത്ത് ചെലവഴിക്കേണ്ട ആവശ്യം വരുന്നിടത്ത് ചെലവഴിക്കുന്നു മാത്രം. പക്ഷേ അടിസ്ഥാനം എപ്പോഴും നമ്മുടെ സ്വന്തം അധ്വാനമാണ്, ത്യാഗമാണ്, അർപ്പണമാണ് ഇതിൻ്റെ അടിസ്ഥാനം. हमारे काम में जान भी लगाना है, माल भी लगाना है. ധനവും ആവശ്യം വരുമ്പോൾ ചെലവഴിക്കും, പക്ഷേ അടിസ്ഥാനം ധനത്തിൻ്റെ അല്ല, അടിസ്ഥാനം നമ്മുടെ പരിശ്രമവും അധ്വാനവുമാണ്. ये नहीं कि भाई जान हम लगाएंगे, माल कोई और लगा दे, या ये भी नहीं है कि भाई माल हम दे देंगे, जान कोई और दे दे. कि नहीं, अपनी जान अपना माल. എന്ന് പറഞ്ഞാൽ കാശ് കൊടുത്ത് മറ്റാരെങ്കിലും കൊണ്ട് ചെയ്യിച്ചു അല്ലെങ്കിൽ മറ്റാരെങ്കിലും കാശ് തന്നു നമ്മൾ ചെയ്യുന്നു, അതല്ല ഇതിൻ്റെ പരിശ്രമം. ഇത് ഓരോരുത്തരും സ്വന്തം പരിശ്രമം ചെയ്യുക, അതിനാവശ്യമായ കാശ് അതിന് ചെലവഴിക്കേണ്ട സമയത്ത് ആ കാശും ചെലവഴിക്കുക. ഇതാണ് ഈ പരിശ്രമത്തിൻ്റെ തർത്തീബ് എന്ന് പറയുന്നത്. सातवीं बात ये फरमाई कि तवाज़ो है, अनानियत नहीं है. हम छोटा बन के काम करेंगे, बड़ा बन के काम नहीं करेंगे. ഏഴാമത്തെ കാര്യം പറഞ്ഞത് ഈ പരിശ്രമത്തിൽ താഴ്മ, വിനയം, താഴ്മയാണ്. അല്ലാതെ ഇത് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ അല്ലെങ്കിൽ അവകാശവാദങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതൊന്നുമില്ല. എപ്പോഴും താഴ്മയും വിനയും ഒന്നുമല്ല എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ഈ പരിശ്രമത്തിൻ്റെ രീതി. 8वां फरमाया हमारे काम का मिजाज सुलह है, जंग नहीं है. हमें हर जगह किसी से लड़ाई नहीं मोल लेनी है.
सुलह करके अपना काम आगे बढ़ाते रहो. എട്ടാമത്തെ ഒരു കാര്യം പറഞ്ഞു, ഈ പരിശ്രമത്തിന്റെ രീതി സുലഹാണ്. എല്ലാവരും യോജിപ്പും രഞ്ജിപ്പോടുകൂടി പരിശ്രമം ചെയ്യലാണ്. എവിടെയും പോയി വഴക്കുണ്ടാക്കി, പ്രശ്നങ്ങളുണ്ടാക്കി, ഏറ്റുമുട്ടലുകളുണ്ടാക്കി വിജയിച്ച് അങ്ങനെയുള്ള പരിശ്രമത്തിന്റെ സ്വഭാവമേ ഇല്ല. ഈ പരിശ്രമം എപ്പോഴും ഈ പരിശ്രമം മുന്നോട്ട് പോകുന്നത് നമ്മളെല്ലാവരോടും നല്ല ബന്ധങ്ങൾ, നല്ല രീതിയിൽ കൂടി, നല്ല പെരുമാറ്റത്തിൽ കൂടി, സുലഹോടുകൂടി, രഞ്ജിപ്പോടുകൂടി, യോജിപ്പോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയാണ് ഈ പരിശ്രമത്തിൻ്റെ. എതിർപ്പിൻ്റെയും ഏറ്റുമുട്ടലിൻ്റെയും രീതിയല്ല ഈ പരിശ്രമത്തിൻ്റെ രീതി. 9 नंबर ये कि मशवरा है, अमारत नहीं है. यानी काम मशवरे से होगा. ये नहीं कि साहब मैं अमीर हूँ, जो मैं कहूँ वो मानना पड़ेगा, ऐसा नहीं. मशवरा होगा, मशवरे में तय होगा. तो जो मशवरा होगा, जिसका मशवरा होगा वो चलेगा. ये नहीं कि एक आदमी अपनी चलाए. तो मशवरा है, अमारत नहीं है. ഒമ്പതാമത്തെ കാര്യം പറഞ്ഞു, ഈ പരിശ്രമത്തിൻ്റെ രീതി മഷ്വറയിൽ കൂടി, കൂടിയാലോചനയിൽ കൂടി കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകലാണ്. അല്ലാതെ വ്യക്തികളുടെ തീരുമാനം, അല്ലെങ്കിൽ അമീർ, അല്ലെങ്കിൽ വ്യക്തി ഇന്ന ആളുകൾ പറഞ്ഞു അതുകൊണ്ട് ഇല്ല. ഇത് എപ്പോഴും കാര്യങ്ങൾ കൂടിയാലോചിച്ച്, ആലോചനയിൽ കൂടി, ഫിക്റിൽ കൂടി, കൂട്ടമായ ആലോചനയിൽ, തീരുമാനത്തിൽ കൂടിയാണ് ഈ പരിശ്രമം പോകുന്നത്. മഷ്വറയിൽ കൂടിയാണ് ഈ പരിശ്രമം മുന്നോട്ട് പോകുന്നത്. उसूल हैं, फुरू नहीं है. हम उसूल बयान करेंगे, उसूल बुनियादी बातें बयान करेंगे. उसूल की बातें जो असल हैं वो बयान करेंगे कि हमारी बुनियाद आखिरत है और हमारी बुनियाद दीन है, हमारी बुनियाद रिसालत है. उसूल बयान करेंगे, फुरूआत में नहीं जाएंगे. नमाज पढ़ो, हम ये कहेंगे भाई नमाज पढ़ो. अब नमाज कैसे पढ़ना है, फुरूई मसाइल नहीं बयान करेंगे. नमाज यूँ पढ़ो, नमाज का ये तरीक़ा है, नमाज के ये मसाइल है. क्यों? फुरूआत में इख्तिलाफ होता है, उसूल में इख्तिलाफ नहीं है. तो हज़रत ने फरमाया हमारे काम का मिजाज ये कि उसूल हैं, फुरू नहीं है. उसूल बयान करेंगे, फुरूआत हम हर एक को उनके अपने उलमा से पूछ कर करने के लिए छोड़ देंगे. ഒരേ പരിശ്രമത്തിൽ ഉസൂലുകളാണ്, കാര്യങ്ങളുടെ അടിസ്ഥാനങ്ങളാണ്, പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളുടെ ഫിക്റാണ്. അതിൻ്റെ വിശദീകരണങ്ങളും ശാഖാപരമായ കാര്യങ്ങളിലേക്ക് പരിശ്രമത്തിൻ്റെ ആ രീതിയല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമസ്കാരം, അതൊരു അടിസ്ഥാനപരമായ കാര്യമാണ്, എല്ലാവർക്കും ആവശ്യമാണ് നമസ്കാരം. നമസ്കാരത്തിൻ്റെ പ്രാധാന്യത, അതിൻ്റെ തർഗീബ്, ആ വിഷയങ്ങളെല്ലാം എല്ലാവരോടും പറയും. പക്ഷേ നമസ്കാരം എങ്ങനെ നമസ്കരിക്കണം, അതിൻ്റെ മസലകൾ, അതിൻ്റെ വിശദീകരണമായ ശാഖാപരമായ കാര്യങ്ങൾ ഇത് വിശദീകരിച്ചാൽ പറയപ്പെടുകയില്ല. ഇത് ഓരോ അവസ്ഥകളനുസരിച്ചാണ്. ഓരോരുത്തർ അവിടെ ആരുമായിട്ട് പഠിക്കണോ അത് പഠിക്കേണ്ട രീതിയിൽ പഠിച്ച് ആ രീതിയിലാണ്. പൊതുവായിട്ട് ഫുറൂഇയായ കാര്യങ്ങൾ, ശാഖാപരമായ അഭിപ്രായ വ്യത്യാസമുള്ള പല രീതികൾ അതിലേക്ക് പോവുകയില്ല. അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ വെച്ച് മാത്രമായിരിക്കും പരിശ്രമത്തെ ബേസ് ചെയ്യുന്നത്. इसी तरह फरमाया कि हमारे काम में तरगीब है, तंबी नहीं है. तरगीब दो. अगर कोई चीज़ साथियों में नहीं पैदा हो रही है, कोई कमज़ोरी आ रही है, कहीं गफलत हो रही है, कहीं सुस्ती हो रही है, तरगीब दो, तरगीब दो. तंबी नहीं है कि डांटना, कि डपटना, तंबी करना और उनको पूछना कि तुमने क्यों नहीं किया, तुम्हारा ये काम था क्यों नहीं किया. हमारे पास तंबी नहीं है, तरगीब है. तरगीब दो, तरगीब से काम को बनाना है. പിന്നെ ഒരു കാര്യം പറഞ്ഞു, പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു, ഒരു വിഷയം പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഇതിൽ തർഗീബിൻ്റെ രീതിയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഹത്വങ്ങൾ പറയുക, പ്രയോജനങ്ങൾ പറഞ്ഞ് ആളുകളെ പ്രേരിപ്പിച്ച് തയ്യാറാക്കുക. അല്ലാതെ കുറ്റപ്പെടുത്തലോ പേടിപ്പിക്കലോ, എന്താ ചെയ്യാഞ്ഞ്, എന്തായിരുന്നു അങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്തത് എന്താണ്, അങ്ങനെ ചെയ്തത് എന്താണ്, കുറ്റപ്പെടുത്തിയ ആളുകളെ ദേഷ്യപ്പെടുകയോ കുറ്റപ്പെടുത്തുകയോ പിടിച്ച് ചോദ്യം ചെയ്യലോ, അതല്ല ഇതിൻ്റെ രീതി. നേരെ മറിച്ച് തർഗീബിൻ്റെ, അത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം, അതിൻ്റെ ആവശ്യകത പ്രേരിപ്പിച്ച് തയ്യാറാക്കി മുന്നോട്ട് കൊണ്ടുപോകലാണ് ഇത് പരിശ്രമത്തിൻ്റെ രീതി എന്ന് പറഞ്ഞു. बस भाई 2-4 बातें अर्ज़ करेंगे. ये चंद बातें याद थी, जितनी याद थी वो आपको बता दी. अब शुरू में हमने अर्ज़ किया था कि हमारी इस तबलीग की मेहनत से चाहा जा रहा है कि 4 जगहों में दीन आए. एक ये कि अपनी ज़ात में दीन आए, दूसरा ये कि अपने घर में दीन आए, तीसरा अपने माहौल में दीन आए, और चौथा सारे आलम में दीन आए. तो चिल्ले 4 महीनों की मेहनतों के ज़रिए सारे आलम में दीन लाने की फ़िक्र और मेहनत करेंगे. और अपने मकामी 5 आमाल जो बताए गए हैं वो अपने माहौल में दीन लाने के लिए 3 दिन है, गश्त है, पहला गश्त, दूसरा गश्त, ये अपने माहौल में दीन लाने के लिए है. ये तो आपने माशाल्लाह दोपहर की मजलिस में सुना है तफसील के साथ. और तीसरी चीज़ है अपने घर में दीन लाना. अपने घर में दीन लाने के लिए अपनी मस्तूरात को काम में लगाना है और उनको 3 दिन के लिए लेके चलना. घर में तालीम का हल्का और हफ्तवारी मस्तूरात का जो इज्तिमा है उसमें अपनी मस्तूरात को भेजना और मस्तूरात का जहन दीनी बनाना
کہ مستورات کا ذہن جب دینی بنتا ہے تو وہ اپنے پورے ماحول کو اپنے گھر کو دیندار بنائیں گی. تو یہ اور پھر اپنی ذات میں دین لانے کے لیے 6 صفات کی محنت اپنے اندر لانے کی. میاں جی محراب صاحب رحمۃ اللہ علیہ فرماتے تھے 6 صفات اپنی ذات میں لانے کی فکر کریں گے تو اس کی وجہ سے ایسی استعداد پیدا ہوگی ایمان کی کہ وہ ایمان آدمی کو اندر سے پورے دین پر کھڑا کرے گا. تو 6 صفات پورا دین نہیں ہے. میاں جی فرماتے تھے 6 صفات پورا دین نہیں ہے، لیکن 6 صفات کی محنت کر کے اپنے اندر ان 6 صفات کو لائیں گے تو ایمان کی ایسی سطح بلند ہوگی، ایسی سطح پیدا ہوگی کہ وہ سارے دین پر آدمی کو کھڑا کرے گی. تو اس سے سارا دین زندگی میں آنا آسان ہو جائے گا، اپنی ذات میں آنا آسان ہو جائے گا. یہ ہماری محنتوں کی ترتیبیں ہیں. اور اسی طرح سے اپنے طلباء کو، جو طلباء ہیں ماشاءاللہ فکروں میں لگے ہوئے ہیں، ہمارے بڑوں سے جو علاقوں کے ذمہ دار حضرات ہیں، مسجد وار جماعتوں کے ذمہ دار حضرات ہیں، ان سے بھی گزارش ہے کہ وہ بھی فکر کریں کہ طلباء نے تو ماشاءاللہ یہاں کل سے فکر کی ہے کام کرنے کی. بڑے حضرات اس کا فکر کریں، اپنی مسجد وار جماعت میں طلباء کا زون لگے، ان کی ملاقاتوں کی ترتیبیں ہوں، ان کی جماعتیں بنیں 24 گھنٹے کی یا 6 روزہ جیسی ان کو سہولت ہے، ان کی چھٹیوں کی ان کی جماعتیں بنیں، اس کا فکر کریں. ایسے ہی علماء اور حفاظ کرام کی جو مدارس کے طلباء ہیں، ان کی شعبان میں چھٹیاں ہوتی ہیں، ان چھٹیوں کی ان سے ارادے کرائے گئے، ان پر محنت ان کو جو توجہ دلائی گئی. اب ہمارے کام کے ساتھی اس کا فکر کریں گے کہ ان کی چھٹیوں کی ترتیبیں بنیں اور وہ اللہ کے راستے میں نکلیں. تو انشاءاللہ یہ چوطرفہ محنتوں سے اپنی ذات سے لے کر پورے عالم میں دین آنے کا اللہ پاک اس کو راستہ بنائے گا اور ذریعہ بنائے گا. کریں گے انشاءاللہ. ആരംഭത്തിൽ പറഞ്ഞ കാര്യം അത് പറഞ്ഞു നിർത്താം. പറഞ്ഞു 4 മേഖലകളിലാണ് ദീൻ വരുന്നത്. ലോകത്ത് മുഴുവനും ദീനുണ്ടായിത്തീരുന്നത് ഈ ജമാഅത്തുകൾ 4 മാസം 40 ജമാഅത്തുകൾ പുറപ്പെടുന്നുണ്ട്. ആ ഒരു പരിശ്രമത്തിൽ കൂടി അപ്പോൾ അതിനുവേണ്ടി നിയ്യത്തുകൾ ചെയ്യുക. നമ്മൾ ഈ 4 മാസം 40 റമദാൻ്റെ ഉള്ളിലുള്ള സന്ദർഭങ്ങളിൽ പുറപ്പെട്ട് ആ പരിശ്രമം നമ്മൾ തുടങ്ങാം. രണ്ടാമത്തെ നാട്ടിലേക്ക് നമ്മൾ തിരിച്ചു മടങ്ങിപ്പോന്നു. 5 അമലുകൾ, മക്കാമി അമലുകൾ നമ്മുടെ നാട്ടിൽ ചെയ്യണം. ഇതിൽ കൂടി നമ്മുടെ നാടുകളിലും ദീനുണ്ടായിത്തീരണം. വീടുകളുടെ അവസ്ഥ, വീട്ടിലെ താലീം, മസ്തുറാത്തിൻ്റെ താലീം, ഇജ്തിമാഇ താലീം, മസ്തുറാത്തിൻ്റെ പുറപ്പെടൽ, ഇതെല്ലാം കാരണം സ്ത്രീകളിൽ ദീനിയായ അവസ്ഥയുണ്ടാവും. സ്ത്രീകളിൽ ദീനിയായ ചുറ്റുപാടുണ്ടാകുമ്പോൾ വീട്ടിൽ ദീനിയായ മാഹോലുണ്ടാവും. അടുത്ത് വളർന്നു വരുന്ന കുട്ടികളിൽ ദീനിയായ ചിന്തയും അടുത്ത തലമുറകളിലേക്ക് ദീനെത്താൻ കാരണമായി തീരും. അതോടുകൂടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മുമ്പിൽ ഈ 6 സിഫാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഗുണങ്ങൾ, നമ്മളിതെല്ലാം ചെയ്തിട്ട് എൻ്റെ ജീവിതത്തിൽ ഈ സിഫാത്തുകൾ എത്രത്തോളം ഉണ്ടാകുന്നുണ്ട്, ഈ 6 ഗുണങ്ങൾ എത്രത്തോളം ഉണ്ടാകുന്നുണ്ട്, ഇതാണ് നമ്മുടെ മുമ്പിൽ ലക്ഷ്യമാക്കേണ്ടത്. മിയാജി മെഹ്റാബ് റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹം പറയുമായിരുന്നു, ഈ 6 സിഫാത്തുകൾ മുഴുവൻ ദീനല്ല എങ്കിലും ദീൻ്റെ മുഴുവനല്ല ഈ 6 സിഫാത്ത്. ദീൻ വലിയ വിശാലമായതാണ്. പക്ഷേ ഈ 6 സിഫാത്തുകൾ നമ്മൾ മുമ്പിൽ വെച്ച് പരിശ്രമിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീർന്നാൽ മുഴുവൻ ദീനും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ എളുപ്പമായി തീരും. അതിനുള്ള മാർഗ്ഗമാണ്. അതുകൊണ്ട് ഈ 6 സിഫാത്തുകളെ മുമ്പിൽ വെച്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി പരിശ്രമം ചെയ്യുക. പ്രത്യേകിച്ച് സ്റ്റുഡൻസ്, അടുത്ത തലമുറയാണ് വളർന്നു വരുന്നത്. അവരുടെ ഫിക്ർ നമ്മുടെ മക്കാബി അമലുകളിലാണെങ്കിലും പുറപ്പെടലും എപ്പോഴും വിദ്യാർത്ഥികൾ, സ്റ്റുഡൻസ്, പഠിക്കുന്ന യുവാക്കൾ അവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകണം. നമ്മുടെ മക്കാമി അമലിലും നമ്മുടെ ജമാഅത്തുകളിലും പുറപ്പെടാനുള്ള ആ ഒരു ഫിക്റും പരിശ്രമവും ഈ രീതിയിൽ നമ്മൾ ഈ പരിശ്രമത്തെ എല്ലാ രീതിയിലും ഈ വിഷയങ്ങളുണ്ടായാൽ ഈ 4 മേഖലകളിലും ഒരു വ്യക്തി മുതൽ ലോകത്തിൻ്റെ അങ്ങേയറ്റം വരെ ഈ പരിശുദ്ധമായ ദീനെത്താൻ കാരണമായി തീരും. ഇൻഷാല്ലാഹ് അതിനുവേണ്ടി തയ്യാറല്ല എല്ലാവരും ഇൻഷാല്ലാഹ്. അതുപോലെ പറയട്ടെ, ഒന്ന് ഇപ്പോൾ ഷാബാൻ്റെ സമയം വരികയാണ്, ഷാബാൻ മാസം വരികയാണ്. അടുത്ത മാസം മദ്രസകളിൽ പഠിക്കുന്ന, ദർസുകളിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ അവരെയും അള്ളാഹുവിൻ്റെ ദീൻ്റെ വഴിയിൽ പുറപ്പെടുവിക്കാനുള്ള ഫിക്ർ ഈ സന്ദർഭം അവധി സമയങ്ങളാണ്. അവരുടെ ഇടയിലും പരിശ്രമം ചെയ്ത് അവരെയും തയ്യാറാക്കി പുറപ്പെടുവിക്കാനുള്ള ഫിക്റും കൂടെ ചെയ്യാം. शुरू में बात अर्ज की गई थी, हरकत में बरकत है. हम मेहनत के लिए हरकत में आएंगे, पूरे काम करने वाले साथी भी मेहनत पे खड़े होंगे. अब तो उम्मत को हरकत देने की ज़रूरत है. जुमूद बहुत हो गया और लॉकडाउन ने, कोरोना ने तो घरों में बिठा के सबको मुंजमिद कर दिया. अब अगर हम हरकत में आएंगे, मेहनतों में हम लगेंगे, सब हरकत में आएंगे, वरना ये बैठ ही जाएंगे. तो अब वक्त है कि खुद को हरकत में लाना, पूरे काम करने वालों को हरकत में लाना, सब की तरतीबें बनाना, चिल्ले 4-4 महीने की गाँव में, बस्ती में. और अल्हम्दुलिल्लाह अल्लाह का फजल है, सब अब दिल नरम है, मुतवज्जे हैं, सब चाहते हैं कि भाई काम हो, सब चाहते हैं काम हो. सबके फिक्र में, दिल दिमाग में ये बात आ गई कि काम होना चाहिए. अब अगर ऐसे मौके पर हम जाके सबको हरकत दे के चिल्ले 4-4 महीने की तश्कीलें करके जमातें बनाएंगे, इंशाअल्लाह खूब जमातें बनेंगी. അപ്പോൾ അതുകൊണ്ട് ഇൻഷാല്ലാഹ് നിയ്യത്ത് ചെയ്യും. തുടക്കത്തിൽ പറഞ്ഞിരുന്നു,
ഹർക്കത്തിൽ ബർക്കത്തുണ്ട്. നമ്മളെ ചലനം നമ്മൾ തുടങ്ങുമ്പോൾ അതിൽ ബർക്കത്ത് മാറ്റങ്ങൾ ഉണ്ടായിത്തീരും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് ഈ സന്ദർഭങ്ങളിൽ കൊറോണ ഇതും എല്ലാമായിട്ട് അങ്ങ് ആ ചലനങ്ങളെല്ലാം നിന്നു പോയിരിക്കുകയാണ്, ഉറച്ചുപോയി. അപ്പോൾ ഇനി നമ്മൾ ഹർക്കത്ത് തുടങ്ങുമ്പോൾ വീണ്ടും ഇളകും, വീണ്ടും ആ ഹർക്കത്തുണ്ടാവും, വീണ്ടും അതിൽ ബർക്കത്തുണ്ടാവും. അല്ലാഹു തആല അത് കാരണമായി വീണ്ടും അവസ്ഥകൾ മാറ്റും. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിയ്യത്തുകൾ ചെയ്ത് പുറപ്പെടാനുള്ള നിയ്യത്തുകൾ ചെയ്ത് ഹർക്കത്തുകൾ ഇനി തുടങ്ങേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് തയ്യാറല്ലേ? ഇൻഷാ അല്ലാഹ് दोपहर में जो अज़ाइम आप हजरत ने किए हैं अपने इलाकों में जाने के बाद, यहाँ चूँकि थोड़ा मजमा आया है पाबंदी की वजह से, लेकिन अपने इलाकों में जाके साथियों को जमा करके जो अज़ाइम आपने किए हैं उन अज़ाइम पर सबको तैयार करके जमातें बनाएं. നമ്മൾ ഉച്ചയ്ക്ക് നിയ്യത്തുകൾ ചെയ്തിരുന്നു, അസായം ചെയ്തിരുന്നു. നമ്മൾ കുറച്ചുപേരാണ് ഇവിടെ വന്നിരിക്കുന്നത്. നാട്ടിൽ പോയി ബാക്കിയുള്ളവരെയും കൂടെ ചേർത്ത് അവരുടെയും കൂടെ അസായ്മുകൾ പൂർത്തിയാക്കി അവരെയും കൂടെ ദീൻ്റെ പരിശ്രമത്തിന് വേണ്ടി തയ്യാറാക്കുക. ഇൻഷാ अल्लाह ताला तौफीक नसीब അല്ലാഹു തആല അമൽ ചെയ്യാൻ